ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച ദിവസം പൊതുവേ നമ്മൾ സൈക്കോളജി ടോപ്പിക്കുകളാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും സൈക്കോളജി തന്നെ എന്ന് പറയാം. മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം? തീർച്ചയായിട്ടും അത് ഒരു മനസ്സിൻ്റെ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സൂത്രവാക്യങ്ങളെല്ലാം ഓമന ടീച്ചറിൽ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഓമന ടീച്ചറിനെയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഷെയർ ചെയ്യട്ടെ സാറേ? ചെയ്തോളൂ. ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഫുൾ സ്ക്രീൻ ആകുമ്പോൾ ആരെ കാണൂല. ഓക്കെ, എന്നാ മതി, കുഴപ്പമില്ല. കാണാം, ക്ലിയർ ആണ്. ആക്കി. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്വാഗതം. ഒരു കോട്ടോട് കൂടി തുടങ്ങാം. ആൻ അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. സോക്രട്ടീസിന്റെ കോട്ടാണ്. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നമ്മളെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. എക്സാമിൻ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരുതരം ജീവിതം ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റും നോക്കിയാൽ വെറുതെ അങ്ങ് ജീവിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതം നമ്മളെപ്പോഴും വാച്ച് ചെയ്യണം. നമ്മുടെ ജീവിതം ഒഴിച്ച് നമ്മൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ജീവിതം സാധാരണ വാച്ച് ചെയ്യുന്നതാണ് നമ്മൾ കാണാറ്. ഇത് എൻ്റെ അച്ഛൻ്റെ ഒരു 1957 ഒരു സമരത്തിൻ്റെ പടമാണ്. ഇവിടെ കുടിയിറക്കലിനെതിരെയുള്ള ഒരു സമരമാണ്. ഈ ഫോട്ടോ എടുത്തത് അന്ന് ക്യാമറ ഇങ്ങനെ എല്ലാവരുടെയും വിരലിൻ്റെ അറ്റത്തില്ലല്ലോ. അപ്പം വീരേന്ദ്രകുമാർ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹമാണ് ഈ ഫോട്ടോ എടുത്തത്. അന്ന് അങ്ങേർക്കൊക്കെ മാത്രമേ ക്യാമറ കാണുള്ളൂ. പക്ഷെ ഇത് വീട്ടിലിങ്ങനെ വെറുതെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചാച്ചനുള്ളപ്പം. ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വെറുതെ കളഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം അത് ഫ്രെയിമിൽ നിന്നൊക്കെ പോയി അവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വെറുതെ എനിക്കൊരു സമരം എന്നൊക്കെ കേൾക്കുമ്പോൾ അന്ന് ആവേശമുള്ളൊരു പ്രായമാണ്, ചെറിയ പ്രായമായിരുന്നു. അപ്പം ഞാനത് എടുത്ത് കയ്യിൽ വെച്ചു. അവിചാരിതമായി അത് വീരേന്ദ്രകുമാർ കണ്ടപ്പോഴാണ് അദ്ദേഹം എടുത്ത ഫോട്ടോയാണെന്നും ഈ ഫോട്ടോയുടെ പ്രാധാന്യം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയുടെ പ്രാധാന്യം ചാച്ചൻ്റെ മക്കളുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഇത് ഒരു മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങേർക്കന്ന് ഒരു ആ ഏരിയയിലൊരു പ്രത്യേക സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് അവനവൻ്റെ കാര്യം പോലെ വിചാരിച്ച് അവനവൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. അന്നേരം അങ്ങനെ പറയുമ്പം കൃഷി ചെയ്യാൻ നേരം കിട്ടാതെ ഒരു കയ്യിലെ കാശ് തീരുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഈ പരിപാടി ഏകദേശം ഒന്ന് നിർത്തി. ഈ ഫോട്ടോയിൽ കാണുന്ന നിൽക്കുന്നതിൽ വലത് സൈഡിൽ രണ്ടാമത്തെയാണോ ഇത്? സാറിന് കാണാമോ? ഈ ഇത് കാണാമോ? ഇപ്പൊ സാറ് വലത് സൈഡിൽ നിന്ന് ഏത് ഭാഗത്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ പതാകയുടെ പുറകിലും. അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഓക്കെ സാർ. അതെങ്ങനെയാ സാറിന് മനസ്സിലായി? മനസ്സിലാക്കാം. താങ്ക് യു സാർ. ഇതൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്നൊന്ന് പറയണേ. ഈ വീഡിയോ മനസ്സിലായല്ലോ അല്ലേ? തീർച്ചയായും. ഈ അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ മുദിത, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഈ മുദിത എന്ന വാക്കിന്റെ അർത്ഥം ടേക്കിംഗ് ഡിലൈറ്റ് ഇൻ ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്.
ഇതൊരു സാൻസ്ക്രിറ്റിലും പാലിയിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ്. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്ന പ്രക്രിയയാണ്. ഇത് ഒന്നും കൂടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മുദിത ഈസ് എ ദ പ്ലഷർ ഓഫ് ഫൈൻഡിങ് ജോയ് ഇൻ ദ ഹാപ്പിനെസ് ആൻഡ് സക്സസ് ഓഫ് അതേഴ്സ്. അത് ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും മുദിത ഈസ് എ കട്ടായി പോയെന്ന് തോന്നുന്നു. എന്ത് പറ്റി സാറേ? കട്ടായി പോയതായിരിക്കും. അത് ഒരു കോള് വന്നാണോ? ഓ ശരി, ഓക്കെ. ഓമനമാം പറഞ്ഞത് മുദിത എന്ന് പറയുന്ന ഒരു സംസ്കൃത് അല്ലെങ്കിൽ എന്താ പറയുന്നത് പാലി വേർഡിനെ കുറിച്ചാണ്. സിമ്പതറ്റിക് എന്നുള്ള ഒരു മീനിങ് ആണ് അതിൻ്റെ. മാമിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം. മഴയായതുകൊണ്ട് നെറ്റ് പോയതാവാം സാർ. ചിലപ്പോൾ ആയിരിക്കാം. ഭയങ്കര മഴയുണ്ട് ഇവിടെ. പാലക്കാടും ഗംഭീര മഴ അങ്ങനെ തകർത്ത് പെയ്യാണ്. ഇന്നിവിടെ മഴ പെയ്തില്ല. മലബാറിലാണ് മഴയ്ക്ക് കഠിനമായിട്ടുള്ള പ്രഹരം. അത് ടീച്ചർ ഒന്നുകൂടെ ചെയ്യാം. ശരി ശരി. ഞാനിന്ന് BSNLകാരെ വിളിച്ചൊന്ന് ശരിയാക്കുകയൊക്കെ ചെയ്തു. ചെയ്തോളൂ. Mudita, sublime joy is taught in Buddhism as a way of experiencing an inner source of infinite joy, which is ever accessible. ഒരു ഇൻഫിനിറ്റ് ജോയ് ആണ്. ഇൻഫിനിറ്റ് ജോയ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അളവില്ലാത്ത അനന്തമായ സന്തോഷമാണ്. സബ്ലൈം ജോയ് എന്ന് പറഞ്ഞാലും അനന്തമായ സന്തോഷമാണ്, ഉന്നതമായ സന്തോഷമാണ്. ഇത് താമരപ്പൂവായിട്ട് ബന്ധമുണ്ട് ഇതിന്. ഞാൻ എൻ്റെ ഒരു താമരപ്പൂ ഇവിടെ വെച്ചിട്ടുണ്ട്. താമരപ്പൂ ഭയങ്കര ചളിയിലാണല്ലോ ഉണ്ടാകുന്നത്. എത്ര ചളിയിലാണ് ഉള്ളതെങ്കിലും കയറി വന്ന്
എല്ലാവരെയും സന്തോഷത്തോടെ നോക്കി ചിരിക്കുന്ന ഒരു സ്വഭാവം താമരപ്പൂവിനുണ്ട്. അപ്പൊ താമരപ്പൂവും ഈ മുദിതയുമായിട്ട് ബന്ധമുണ്ട്. Benefits of Mudita: increased empathy and compassion. Increased empathy and compassion. ഇത് നമുക്ക് കൂടുതൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നത് പോലെ തന്നെ മറ്റുള്ളവരോട് എമ്പതി കാണിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. നമ്മുടെ ഹൃദയം മോർ ഓപ്പൺ ആകുന്നു. അതുപോലെ റിസപ്റ്റീവാണ്, നമുക്ക് കൈൻഡ്നെസ് ഉണ്ടാവും. ഇതാണ് യഥാർത്ഥ മനുഷ്യത്വം. ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ്. നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അസൂയയില്ലെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ മുദിത എന്നത് അസൂയയുടെ ഓപ്പോസിറ്റാണ്. വേറൊരാൾക്കൊരു നല്ലത് കാണുമ്പോൾ നമുക്കൊരു അസൂയ വരാറുണ്ട്. ആ അസൂയ ഇല്ലാതിരിക്കുന്നതാണ് മുദിത. അപ്പം ഈ അസൂയയില്ല, നമുക്ക് എല്ലാവരുടെയും സന്തോഷത്തിൽ സന്തോഷമാണെങ്കിൽ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ്, നമ്മുടെ ബന്ധങ്ങൾ വളരെ കൂടുതലായിരിക്കും, ആഴമുള്ളതായിരിക്കും. റെഡ്യൂസ്ഡ് സ്ട്രെസ്. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അസൂയ, അല്ലെങ്കിൽ അയ്യോ അവനത് കിട്ടിയല്ലോ, അല്ലെ അവൻ്റെ കാർ എൻ്റെ കാറിനേക്കാളും വലുതാണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോഴല്ലേ സ്ട്രെസ് ഉണ്ടാകുന്നു. അപ്പം മറ്റുള്ളവരുടെ സന്തോഷം കണ്ടാൽ നമുക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ സ്ട്രെസ് എവിടെ നിന്നുണ്ടാകാനാണ് ശരിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റർ സെൻസ് ഓഫ് കണക്ഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പം നമുക്ക് എല്ലാവരുടെയും സന്തോഷത്തിൽ സന്തോഷമാണെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ സന്തോഷമാണെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു, അവർ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ പിന്നെ ഇതിലപ്പുറത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേറെ ഇല്ല. നമ്മളെല്ലാം നമ്മുടെ വീടിൻ്റെ ചുറ്റും മതിൽ കെട്ടുകയാണ്. ശരിക്കും ഇതാണ് ഒരു പാലം. ശരിക്കും നമ്മുടെ വീടും മറ്റേ വീടും തമ്മിലൊരു പാലമാണ് വേണ്ടത്. നമ്മൾ ആദ്യം മതിൽ കെട്ടി ഒരു ഗേറ്റ് വിട്ട് കൂട്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള അത്രയും മതിൽ അല്ല ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേറെ 1-2 രാജ്യത്ത് പോയി, അവിടെയൊന്നും മതിൽ ഞാൻ കണ്ടില്ല. പക്ഷെ ഇവിടെ മതിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികയും കല്ലും എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയോ വീടുണ്ടാക്കാമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ മതിൽ കെട്ടുന്നതിന് പകരം പാലം ഉണ്ടാക്കാനാണ് മുദിത പറയുന്നത്. ഡിസ്കവറിങ് മുദിത, ദ ആർട്ട് ഓഫ് ഫീലിംഗ് ജോയ് ഫോർ അതേഴ്സ് സക്സസ്. ഇപ്പം എല്ലാവരും തമ്മിൽ നല്ല സന്തോഷമാണ്. ഇതാണ് കമ്മ്യൂണിറ്റി. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു മനപ്രയാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പം ഇതൊന്ന് വായിച്ചേക്കാവോ ഷീല ബീഗം? Sympathetic joy is a way to multiply happiness in ourselves and on this planet. It is the simple act of choosing to practice being happy for other people's happiness. അപ്പം നമ്മുടെ സന്തോഷം ഇരട്ടിക്കുവാണ്. എനിക്കൊരു നല്ല കാര്യം വന്നപ്പോഴും എനിക്ക് സന്തോഷം വന്നു, ഷീല മാഡത്തിന് ഒരു നല്ല കാര്യം വന്നപ്പോഴും എനിക്ക് സന്തോഷം വന്നു. അപ്പം എനിക്ക് എപ്പോഴും സന്തോഷമാണല്ലോ. അതുപോലെ വേറെ ആളുകൾ, എനിക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ നല്ലത് വരുമ്പോൾ എനിക്കും അപ്പോഴും സന്തോഷമാണ്. അതേപോലെ തന്നെ നമ്മൾ അവരുടെ ദുഃഖത്തിലും നമ്മൾ അവരെ സഹായിക്കുകയും സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറുകയും ചെയ്യും. ഈ പിന്നെ ഇത് ബ്രഹ്മവിഹാരാസ്, ബുദ്ധിസത്തിലെ ബ്രഹ്മവിഹാരാസ് 4 എണ്ണം ഉണ്ട്. അതിലൊരെണ്ണമാണ് ഈ മുദിത. മെറ്റ, ഒന്നാമത്തേത് മെറ്റ. മെറ്റ എന്ന് പറയുമ്പം ഒരുതരം ലവിങ് കൈൻഡ്നെസ് ആണ്. വിഷിങ് നല്ലത് മറ്റുള്ളവർക്ക് എന്താ പറയുക, ആശംസിക്കുക, നല്ലത് ആശംസിക്കുക. യൂണിവേഴ്സൽ ലവ് ആണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലതാവട്ടെ. കരുണ അറിയാലോ. കമ്പാഷൻ, ക്യൂറിങ് ഓഫ് ഹാർട്ട് ഇൻ റെസ്പോൺസ് ഓഫ് സഫറിങ്. മുദിതയുടെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്രിസിയേറ്റീവ് ജോയ്, ഓപ്പണിംഗ് ദ ഹാർട്ട്
to response to happiness. Translated as appreciation, joy. Appreciative joy. Appreciative joy. It is opening the heart in response to happiness. നമ്മൾ ഹാപ്പിനെസ് കാണുമ്പോൾ മാത്രം നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷമേ നമുക്ക് കാണാൻ ഇഷ്ടമുള്ളൂ. അടുത്തത് ഉപേക്ഷയാണ്. ഇക്വാനിമിറ്റി എന്നാണ് പറയുക. ഈ ഉപേക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഓവർ അറ്റാച്ച്മെന്റ് ഒന്നിനോടും ഇല്ലാതിരിക്കുന്നതാണ് ഉപേക്ഷ. അത് നമുക്കറിയാലോ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ളതാണ്. ഒരു തരം ഡിറ്റാച്ച്മെന്റ് ആണ്. ഇത് രണ്ട് കൂട്ടുകാരികളാണ്. ഇവർ അതിഭയങ്കര ഡാൻസേഴ്സ് ആയിരുന്നു. ഒരാൾ മീന, ഒരാൾ ജാനകി. ഈ ഇവരിങ്ങനെ ഒരുമിച്ച് നന്നായി ഡാൻസ് കളിച്ച് ഭയങ്കര അതിഗംഭീര നിലയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ മീനയുടെ കാലിന് ഒരു പരിക്ക് പറ്റി. മീനക്ക് ഡാൻസ് കളിക്കാൻ പറ്റാണ്ടായി. അപ്പൊ ജാനകി രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്ത് നല്ല നിലയിൽ എത്തിയതായിരുന്നു. പക്ഷെ ജാനകി നന്നായിട്ട് വീണ്ടും കളിച്ചു. ജാനകിക്ക് ഒരു വലിയൊരു കമ്പനിയിൽ നല്ല ഡാൻസറായിട്ട് ഉയർന്നു പോകാനുള്ള അവസരം കിട്ടി. ആദ്യം മീനയ്ക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും അസൂയയും ഒക്കെ ഉള്ളേലെ തോന്നി. രണ്ടുപേരും ഒരുമിച്ച് നടന്നതാണല്ലോ. പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഈ ഒരു എൻവി അല്ലെങ്കിൽ ഒരു അസൂയയോടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ട്രെസ്സാണ്. അപ്പം അവള് ഒന്നും കൂടി ആലോചിച്ച്, ഒരു ഡാൻസർ ആകുമ്പോൾ കുറച്ചും കൂടി വിശാല മനസ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടിട്ട് പിന്നെ കാലിനേറ്റ മുറിവ് വിഷമം ആണെങ്കിൽ പോലും മെനക്കെട്ട് ഒരു ഡാൻസ് ടീച്ചറായി മാറി. ആ ഒരു സ്ട്രെസ് അങ്ങ് ഒഴിവായി പോയപ്പം ഇവളോടുള്ള അസൂയ മാറി അവളോട് കൂട്ടുകൂടി അവൾക്ക് വേണ്ട കറക്ഷൻസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലോട്ട് വന്നു. അപ്പം ആ കുട്ടിയുടെ ജീവിതം നേരെ പോയി. അവരൊരു നല്ല ഡാൻസ് ടീച്ചറായി. പിന്നെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ തന്നെയായി. പിന്നെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും അച്ചീവ്മെന്റ്സ് ആഘോഷിക്കാൻ തുടങ്ങി. ജാനകിയുടെ അച്ചീവ്മെന്റ് മീനയും കൂടി ആഘോഷിക്കുന്നു. ഒരാൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ വേറൊരാൾക്ക് കുറവുണ്ടാകുന്നുണ്ടോ? ഇല്ല. അത് ചിന്തിക്കാനുള്ള ബോധക്കുറവാണ് നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നതിനർത്ഥം, അല്ലേ? അതെ അതെ അതെ. അപ്പം മറ്റേയാളെ സഹായിക്കുകയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുകയും കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പം ഇവളുടെ മാനസികാവസ്ഥ വളരെ നന്നായി. അപ്പോൾ ഒരു വെയിറ്റ്ലെസ് ആയിട്ട് തോന്നി. തോളേന്ന് എന്തോ ഒരു ഭാരം ഒഴിവായ പോലെ തോന്നി. അപ്പം ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഒന്നിച്ചു പോയി. അപ്പം ഒരു ഡാൻസ് ടീച്ചറായി. മീന ഒരു സക്സസ്ഫുൾ ഡാൻസ് ടീച്ചറായി. പിന്നെ ജാനകി ഡാൻസർ ആയിട്ട്. കൂട്ടിന് കുഴപ്പമൊന്നുമില്ല. അപ്പം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ
നമ്മുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്ന് ഇത് ഇവരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് എൻ്റെ മോനാണ്. ഇവൻ ജനിക്കുന്നതിന് മുമ്പേ, സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പോലും ഞാൻ നമ്മുടെ ആ ഏരിയയിലുള്ള ഓരോ പ്രത്യേകത കൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു 6ാം ക്ലാസ്സിലെത്തുമ്പോൾ ഒരു മിലിറ്ററി സ്കൂളിൽ പറഞ്ഞു വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അവിടെ വിട്ടാലെല്ലാം നല്ല ഡിസിപ്ലിൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലേ വിചാരിച്ചതാണ് അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ആ സമയമായപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ താമസിക്കുന്ന സ്ഥലമൊക്കെ വാങ്ങി അപ്പം കാശിന് പിന്നെ പുള്ളിക്കാരന് ഈ സ്ഥലത്തേലോട്ടായി 100%. എൻ്റെ ഒരു ആഗ്രഹമാണല്ലോ, അതിന് വല്ല വിലയില്ലാതെ അതങ്ങോട്ട് നടത്തിയെടുക്കാൻ പറ്റാതെ വന്നു. എനിക്കത് നടത്തിയെടുക്കാൻ പറ്റിയില്ല. അതെൻ്റെ ഒരു മനസ്സിലൊരു ഒരു വിഷമമായിരുന്നു. അത്രയും നേരത്തെ ഞാൻ ആലോചിച്ചതാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ വേറൊരു ടീച്ചറുടെ കുട്ടി പോയ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഞാൻ മറന്നു പോയിരുന്നതല്ല, അപ്പം ഇവൻ്റെ ആ പ്രായം കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യം ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ തൊട്ട വീട്ടിലൊരു കുട്ടിയെ ഞാൻ എൻ്റെ 4ാമത്തെ കുട്ടിയാന്ന് പറഞ്ഞ് എൻ്റെ പിള്ളേരെല്ലാം വരയ്ക്കുമായിരുന്നു. അപ്പം അവനെയും വരപ്പിച്ച് എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു, മത്സരത്തിനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ പ്രായത്തിന് കണക്കായി ഈ ടീച്ചർ പറഞ്ഞത്. ഞാൻ വൈകുന്നേരം തന്നെ അവരുടെ അടുത്ത് പോയി വേഗം. അവരപ്പം നമ്മുടെ അടുത്ത് നിന്നിട്ട് മാറിപ്പോയി. ഞാൻ എന്നിട്ടും പോയി. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവനെ അങ്ങോട്ട് വിടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞു. അവരെന്നോട് സംസാരിച്ചത് ഒരു അഡ്വക്കേറ്റ്സാണ്. അവർക്ക് അവനെ വളർത്താനുള്ള കഴിവുണ്ടെന്നുള്ള മട്ടിൽ എന്തോ ഒരു സൂചനയോടെയാണ് സംസാരിച്ചത്. അവർക്കതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലായില്ലാത്ത. പക്ഷെ ഞാനിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഓമനാൻറ്റി പറഞ്ഞത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ അവിടെ കിട്ടി. അവർ രക്ഷിതാക്കൾ വളരെ സപ്പോർട്ടീവായിരുന്നു. ഞാനാ കൊണ്ടുപോയി പിന്നെ കോച്ചിങ്ങിനൊക്കെ ചേർത്തത്. ഞാൻ പോയില്ല, എൻ്റെ മോള് പോകും. അങ്ങനെ എൻ്റെ ഒരു അംബിഷൻ സാധിക്കുന്ന പോലെയാണ്, എൻ്റെ ഒരു ആഗ്രഹം സാധിക്കുന്ന പോലെയാണ് ഇവന് ശരിക്കും അവൻ അവിടെ പോയത്. അപ്പം അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം എനിക്ക് ഒരു ആഗ്രഹ സാധ്യത്തിന് ഇവനെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇവനോട് തോന്നിയത്. അപ്പം ഇവൻ അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം അവിടെ പോവുകയല്ലേ. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇന്നിപ്പം എൻ്റെ ഫോണിൽ നിറച്ച് ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവൻ്റെ വൈഫിൻ്റെ മറ്റേ എന്താ പറയുക, ഗർഭം എന്താ വളകാപ്പോ എന്തോ ഒരു പരിപാടിയുടെ കുറേ ഫോട്ടോ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ഒരു വലിയ സന്തോഷമാണിത്. അപ്പം ഹൗ ടു പ്രാക്ടീസ്, നമ്മൾ എങ്ങനെയാണ് ഈ പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. റിഫ്ലക്റ്റ് ഓൺ ദ ഗുഡ് ഫോർച്യൂൺ ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും അവരുടെ സന്തോഷത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നന്നായി, അത് കിട്ടിയല്ലേ, അത് ഹൃദയത്തിൽ നിന്ന് പറയുക. നമുക്കത് സന്തോഷമായിട്ട് തന്നെ തോന്നുക. കാരണം നമുക്ക് ഷീലാബേഗത്തിന് എന്തെങ്കിലും ഒരു നല്ലത് വന്നാൽ ഉടനെ എൻ്റെ നല്ലതൊന്നും കുറഞ്ഞു പോകുന്നില്ല എന്നൊരു ചിന്ത എന്നിലുണ്ടെങ്കിൽ എനിക്ക് ആശംസ പറയാനോ അല്ലെങ്കിൽ നന്നായി എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. കാരണം എൻ്റെ മകന് കിട്ടാത്തത് മറ്റേ മകന് കിട്ടരുതെന്ന് ഞാൻ ചിന്തിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം എവിടെയോ സാധിച്ചു കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ ദൈവം വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ, വിഷ് അതേഴ്സ് ഹാപ്പിനെസ് ആൻഡ് സക്സസ്. നമ്മളെപ്പോഴും എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി വിഷ് ചെയ്യുക. ഒരാളെ അതൊക്കെ നമ്മുടെ കൂട്ടത്തിലാണ് കുറവ്. ഇപ്പം നമ്മൾ ഹിന്ദിയിലൊക്കെ സിനിമയോ സീരിയലോ കാണുമ്പോൾ കാണാം, എല്ലാവരും അങ്ങനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്ന കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ഒരു കാര്യത്തിന് പോകുമ്പോൾ, സ്കൂളിൽ പോകുന്ന പിള്ളേരെ എല്ലാം രാവിലെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്ന കാണാം. അതൊരു നല്ല പരിപാടിയായിട്ട്, നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെലിബ്രേറ്റ് അതേഴ്സ് അച്ചീവ്മെന്റ്സ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ അച്ചീവ്മെന്റ്സ് മാത്രമാണ് ആഘോഷിക്കാറ്. മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സും നമ്മളും കൂടി ആഘോഷിക്കുമ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് അവരും കൂടി ആഘോഷിക്കും. അപ്പം നമുക്ക് എപ്പോഴും ആഘോഷമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഷെയർ ഇൻ അതേഴ്സ് ജോയ്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം പങ്കിടാൻ ഓർത്ത് ചെയ്യണം. നമുക്ക് ആ രീതി ഇല്ല. ഇതൊരു കോട്ടാണ്, ഒന്ന് വായിച്ചേക്കാവോ മാഡം? When we began to believe that there is greater joy
in working with and for others, rather than just for ourselves. Then our society will truly become a place of celebration. ജീൻ വാനിയറുടെ കോട്ടാണ്. ആ. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരോടൊപ്പവും അവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം എന്ന് നമ്മൾ അതെ. വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ ആഘോഷത്തിന്റെ ഒരു സ്ഥലമായി മാറുമെന്നാണ് ജീൻ വാനിയർ പറയുന്നത്. ശരിയല്ലേ? അതെ, നല്ലൊരു മനസ്സായി വരണം. ചലഞ്ചസ്, നമുക്ക് എന്തൊക്കെയാണ് ചലഞ്ചസ്? ഇതിനു വേണ്ടിയുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? കമ്പാരിസൺ ആൻഡ് എൻവി. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. എൻ്റെ വണ്ടി എക്സ്പ്രസോ ആണ്, അപ്പുറത്തൊരു എന്താണ് വലിയ വണ്ടിയുടെ ഒന്നും പേര് എനിക്കറിയത്തില്ല. എന്നാ ഓടി കാണുമ്പോ എന്റെ എക്സ്പ്രസോ എങ്ങനെയാ ചെറുതാകുന്നത്? എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചത്. എനിക്ക് ഇപ്പോഴും അത് ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ്. എനിക്ക് എന്റെ വണ്ടിയാ നല്ലത്. പിന്നെ മാഡം എല്ലാ വണ്ടിയിലും 5 പേരെ കയറുള്ളൂ. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, എത്ര വലിയ വണ്ടിയാണെങ്കിലും. അതെ, പക്ഷെ വലിയ വണ്ടിയെല്ലാം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉള്ള ഒരു ഗമ കൂടുതലാണെന്നാണ് എനിക്ക് എല്ലാരും പറയുന്നത്. എനിക്കത് തോന്നിയിട്ടില്ല. പിന്നെ സെൽഫ് സെന്റേഡ്നെസ് എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ നമ്മളിലേക്ക് ഒതുങ്ങുക, സ്വാർത്ഥത, സ്വന്തം ജയങ്ങൾ മാത്രം നമ്മൾ ആഘോഷിക്കുന്നു, അല്ലേ? അതെ, സ്വന്തം ജയങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഡിഫിക്കൽറ്റി എംപതൈസിങ് വിത്ത് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും സന്തോഷത്തിൽ പങ്കുചേരാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ വേണമെന്ന് പറയാൻ നമുക്ക് എളുപ്പം, അല്ലേ? കൂടുതൽ ആളുകൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞ് പഠിച്ചുപോയി. ഫിയർ ഓഫ് ബീയിങ് ഓവർ ഷാഡോഡ്. ഇവിടെ ഒരു പടം ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരാൾ വലുതാകുമ്പോൾ നമ്മൾ ചെറുതാകുമോ? നമ്മളെക്കാൾ ആരും മുന്നോട്ട് വലുതാകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതെ, നമ്മളെക്കാൾ ആരും വലുതാകരുത്. ഒരു കുട്ടിക്ക് ഒരു ടോയ് കൊടുത്താൽ ആ കുട്ടി ആ ടോയ് വലിയ ഇഷ്ടത്തോടെ നമുക്ക് വാങ്ങും. വേറൊരു കുട്ടി അതിലും വലിയ കേമത്തിലുള്ളതൊന്നും ആയിരിക്കില്ല, വേറൊന്നും കൊണ്ടുവരുമ്പോൾ ഈ കുട്ടി പിന്നെ അതേലോട്ടേ നോക്കുള്ളൂ. ഈ കുട്ടിക്ക് അവനവൻ്റെ ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല, മറ്റേതിനോട് താല്പര്യം ഉണ്ടാവും. അപ്പൊ ഈ ആദ്യം കിട്ടിയ കുട്ടിയുടെ ടോയുടെ സന്തോഷം തീർന്നു. ശരിയല്ലേ? തീർന്നു. അപ്പൊ ടോയ് കൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടോ? ഇല്ല. ടോയ് ആ കുട്ടിക്ക് സന്തോഷം കൊടുത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാരിയൊക്കെ വാങ്ങി രണ്ടുടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യമില്ല. അതേസമയം വാങ്ങിക്കൊണ്ടിരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടത്തിനൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ ഏറ്റവും വലിയൊരു സുന്ദരിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പരിപാടി അതോടെ കഴിഞ്ഞു. സ്വന്തമായി കഴിയുമ്പോൾ ആ താല്പര്യം കുറയും. അവനവന്റെ ടോയ് എടുത്ത് കളിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് ഇല്ല. ഇതൊരു വീഡിയോ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ലൊരു വീഡിയോ. Are you serious? You never let me eat sweets. It's okay. I'll make an exception this one time. Are you happy now that you have a candy bar? Yeah. Thanks, Dad. Wait, why did you get the king size and I just got the regular one? What difference does it make? You still got a candy bar, right? And you said you were happy? Well, that was until I saw what you had. Now I want a king size. And that is exactly what I'm trying to show you. When you base your happiness on what you have, you'll be perfectly happy. But if you base your happiness with what I have, you'll always be unhappy. That's not true. I'd be happy if I had your candy bar. Oh, yeah? Let's see. See? Now I'm happy. Wait, I don't understand. Why didn't you offer me the Hershey's or Twix? I would have chosen one of those.
Well, what difference does it make? You said you'd be happy if you had my candy bar. That's what I mean about comparison being the thief of all joy. You could be perfectly happy with what you have, but the moment that you start comparing yourself to others, you let what they have rob you of your happiness. And it doesn't matter if it's candy bar or your shoes, your backpack or iPhone. I promise you, that cycle will never end unless you stop comparing and you start appreciating. Does that make sense? It makes sense now. I am so proud of you, son. Now, you can choose any candy bar you want. I'll choose this one then. അത് പിന്നെ മനസ്സിലായില്ലേ Are മാഡം? you serious? മനസ്സിലായത്? ആ കുട്ടിക്ക് ഒരു ചെറുത് പുതിയ കൊടുത്തു. വലുതുണ്ടെന്ന് ആ. കണ്ടപ്പോൾ ചെറുതിനോടുള്ള സന്തോഷം പോയി. പോയി. അവൻ സന്തോഷം കാണിച്ചെങ്കിലും ആ വലുതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോ ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ കുട്ടി കിങ് സൈസ് കണ്ടപ്പം അവന്റെ സന്തോഷം പോയി. അതവിടെ വെച്ച ചെന്തിനാ ഇതെനിക്ക് തന്നേന്നുള്ള മട്ടായി. അപ്പോ അങ്ങേര് അത് കൊടുത്തു. അങ്ങനെ അങ്ങേര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നിനക്ക് സന്തോഷം വന്നു ആദ്യം, പക്ഷേ വേറൊന്ന് കണ്ടപ്പം ആ സന്തോഷം എവിടെ പോയി? അപ്പൊ അവനോട് എല്ലാം കൂടെ എടുത്തു വെച്ചു കൊടുത്തു. അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോ എല്ലാം കൂടെ എടുത്തു വെച്ചു കൊടുത്തു. ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോ അവൻ എടുത്തത് ഏറ്റവും ചെറുതാണ്. ആദ്യത്തേത് തന്നെ എടുത്തു. പിന്നെ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായത്. അപ്പം ഇങ്ങനെ അതെ അതെ ഞാൻ പറയാൻ വന്നത് അതെ അതെ മാം ഇതൊന്ന് വായിച്ചേരാം മാം. Mother's love, unconditional, enduring and boundless. അപ്പൊ എനിക്ക് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായത് ഒരു അമ്മയുടെ സ്നേഹമാണ് എന്തിനും ക്ഷമിച്ച് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഈ മുദിത അമ്മയുടെ സ്നേഹത്തിലാണ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാനും എൻ്റെ മോളും, ഇത് ആ മോളും അവളുടെ കുട്ടി, ഈ മോളും അവളുടെ കുട്ടിയാണ്. ഇതാണ് യഥാർത്ഥ സ്നേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അല്ലേ? അൺകണ്ടീഷണൽ. അൺകണ്ടീഷണൽ. ആ കുട്ടി നടക്കാനുള്ള വഴി വരെ അമ്മ തൂത്ത് തുടച്ചു കൊടുക്കുന്നുണ്ടോ? അതെ. ഇതൊരു പുതിയ കോട്ടാണ്. മാഡം വായിച്ചു. ഈ കോട്ടല്ലേ? വായിക്കാം. കോട്ട് വന്നിട്ടില്ല മാം. വന്നല്ലോ. വന്നോ? ഞാൻ കാണുന്നില്ല. ഞാൻ ആ മങ്കിയുടെ ഫോട്ടോയാ കാണുന്നത്. എനിക്ക് അത് കഴിഞ്ഞു. അത് വന്നിട്ടില്ല. വന്നില്ലേ? ഇല്ല ഇല്ല, എനിക്ക് കാണുന്നുണ്ട്. അതെ ഇപ്പം വന്നു. Mudita is the principle of taking sympathetic or unselfish joy in the good feature of others. If I only find joy in my own success, I am limiting my joy
But if I can take pleasure in the success of my friends and family, 10, 20, 50 people, I get to experience 50 times the happiness and joy. Who doesn't want that? ഞാൻ എൻ്റെ സന്തോഷത്തിൽ മാത്രം സന്തോഷിക്കുകയാണെങ്കിൽ എനിക്കൊരു 10 സന്തോഷത്തിനുള്ള വകുപ്പേ ഉള്ളൂ. അതേസമയം അതെ. ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിനും കൂടെ സന്തോഷിക്കുമ്പം 20, 50 എന്ന് പറഞ്ഞ് ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ സന്തോഷം ആർക്കാണ് വേണ്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? ഒരുപാട് പേരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുക, സന്തോഷിക്കുക. അപ്പം നമ്മളും ആ കൂടെ സന്തോഷിക്കുന്നു. അതെ. അപ്പൊ നമുക്ക് ആകെ ഒരു 10 സന്തോഷം കിട്ടേണ്ടത് 20ആയി, 50ആയി, അങ്ങനെ 100ആയി കൂടി പോകും. ഇരട്ടിച്ചോണ്ടിരിക്കും. അതെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മാഡം, നമുക്ക് വിവാഹ ഫംഗ്ഷനുകളിൽ പോകുമ്പോഴേ എല്ലാരും ഹാപ്പിയാണ്. അപ്പൊ നമുക്കും ആ ഒരു സന്തോഷം കിട്ടാറുണ്ട്. കാരണം എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയും. അതുകൊണ്ടാണ് ഈ സെലിബ്രേഷന്റെ ഗുണം അതാണ്. ഒരു വിവാഹത്തിന് നമ്മളെ ക്ഷണിച്ചു കഴിയുമ്പം നമ്മൾ ഒരുപാട് ഡോപ്പമിൻ കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ആ വിവാഹത്തിന് പോകണം. ഷീല ബീഗം ചിലപ്പം സിൽക്ക് സാരി വില കൂടിയതായിരിക്കും ഉടുക്കുന്നത്. അപ്പം ഞാൻ ഏത് ഉടുക്കും? എൻ്റെ കുറേ ജോലി നമ്മളെല്ലാവരും സ്വയം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങി എല്ലാം കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി ഡോപ്പമിൻ കിട്ടുന്നില്ലേ? ഒത്തിരി ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും സാരിയുടെ കൂട്ടത്തിൽ എൻ്റെ സാരി കുഴപ്പമൊന്നുമില്ല. അവിടെ കിട്ടി ഡോപ്പമിൻ. പിന്നെ എല്ലാവരോടും ഒന്ന് ചിരിച്ചു, സന്തോഷിച്ചു, വർത്താനം പറഞ്ഞു, കാണാത്തവരെയൊക്കെ കണ്ടു. ഒത്തിരി നല്ലത്. സെലിബ്രേഷൻ ഒത്തിരി നല്ലതല്ലേ? അതെ അതെ. അമേരിക്കയിലൂടെയും കാനഡയിലൂടെയും യൂറോപ്പിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരിങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്? അമേരിക്കയെയും കാനഡയെയും യൂറോപ്പിനെയും പിടിച്ചു കുലുക്കുന്ന ഒരു സാമൂഹിക വിപത്താണ് ഓപ്പിയോയിഡ് ക്രൈസിസ്. കേരളത്തിലുള്ളവർക്ക് MDMA എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ അറിയുന്നത്. ഇതൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്നുകളാണ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. ഇത് കൂടുതലും വേദന സംഹാരികളായിട്ടാണ് പലരും ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നീട് അഡിക്ഷൻ ആവും. അമിത ഉപയോഗം ജീവിതം തന്നെ തകർക്കും. ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ മനുഷ്യരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. മസിലുകളെ ബാധിക്കും. മസിലുകൾ ഒരുപാട് റിലാക്സ് ആയി മാറും. അങ്ങനെ ആയി കഴിഞ്ഞാൽ മനുഷ്യന് നേരെ നിൽക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഒരു പരിധി കഴിഞ്ഞാൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനുമുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടും. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഓവർഡോസ് ഡെത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ സാമൂഹിക വിപത്ത് യൂറോപ്പിനെയും അമേരിക്കയെയും കാനഡയെയും പിടിച്ചുകുലുകയാണ്. നമ്മുടെ നാട്ടിലും MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം കൂടി വരികയാണ്. ഇതുപോലുള്ള കാഴ്ചകൾ കേരളത്തിലും വിദൂരമല്ല. ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുക, അവയർനെസ് പരത്തുക. ഇതുപോലുള്ള ഡ്രഗുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരും ഇതുപോലുള്ള ഡ്രഗുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാതിരിക്കുക. മാക്സിമം എല്ലാവരിലും ഈ വിവരങ്ങൾ എത്തിക്കുക. ഇതുപോലെയുള്ള സാധനങ്ങൾ മനുഷ്യർക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങാൻ എങ്ങനെ തോന്നും? നമുക്ക് ഈ മുദിത പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിറ്റ് കാശ് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൽ ഒത്തിരി വീഡിയോ ചേർക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് കറി പൗഡറുകളുടെയും എല്ലാ കറി പൗഡറുകളുടെയും പേര് പറഞ്ഞു. അതിലൊക്കെ ക്യാൻസറസ് ആയിട്ടുള്ള പോയിസൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ വിറ്റ് കാശ് വാങ്ങുന്നത് എങ്ങനെയാണ്? അത് എത്ര കഷ്ടപ്പാടാ ഇതൊക്കെ ചേർക്കാൻ. ശരിക്കുള്ളത് ഇങ്ങോട്ട് പൊടിച്ചെടുത്താക്കാൻ തന്നെ പണിയാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചേർക്കണമെങ്കിൽ എന്തൊരു പണിയുണ്ട്. എനിക്കൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ മറ്റുള്ളവരുടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഒന്നും നമ്മൾ ആയിട്ട് കളയാൻ നിന്നാൽ നമ്മൾക്ക് നമ്മുടെ കാര്യത്തിൽ എന്തുറപ്പാ ഉള്ളത്? അപ്പം ലൈഫ് ഓഫ് അബണ്ടൻസ് ആണ് നമുക്ക് ഈ മുദിത പ്രാക്ടീസ് ചെയ്യാനുണ്ടാവുക. അമേരിക്കയിലൂടെ ലൈഫ് ഓഫ് അബണ്ടൻസ്. Excuse me? Andheri station? Next station Andheri. Okay, thank you. रियली सॉरी मैम, मैं थोड़ा टायर्ड था इस वजह से. आई एम रियली सॉरी. It's okay, sir. आप लोग हमारे लिए इतना करते हैं, हम इतना भी नहीं कर सकते. थैंक यू सो मच. मैम, ये लास्ट स्टेशन. मेरा स्टेशन पीछे रह गया, सर. God bless him. Lakhs of soldiers sacrificing their family life for all of us to sleep comfortably and enjoying our lives. God's creation is such
Some are born for sacrifice, some are for enjoyment. We all pray God to save Bharat from any kind of terrorism from country like Pakistan. Jai Hind. God bless. Excuse me? അപ്പം ഞാൻ Thank you, പോയി. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിചാരിച്ചായിരുന്നു. പിന്നെ ഈ കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കുട്ടിയെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ അറിയിക്കാതെ ചെയ്തിട്ട് പിന്നെ ഒത്തുചേരുമ്പോൾ എന്തെങ്കിലും തമാശയൊക്കെ ചെയ്തിട്ട് എല്ലാരും കൂടി ആർത്തിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്നിച്ച് കൂടുമ്പോൾ ഒരു കുട്ടിയെ കോർണർ ചെയ്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ആർത്തിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് ശരിക്ക് കുട്ടികളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരാൾക്കൊരു സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാൻ ഇവർക്ക് നേരെയില്ല. അതിനെക്കാട്ടിലും വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എല്ലാരും കൂടി ആർത്തിച്ചിരിച്ച് ഒരു തമാശ, അതൊരു തമാശ. അങ്ങനെയുള്ള തമാശകൾ കുട്ടികൾ കാണിക്കാൻ ശരിക്കും കുട്ടികളെ ഒട്ടും അനുവദിക്കാൻ പാടില്ല. നല്ല വാക്കുകൾ പറയാൻ നിർബന്ധിക്കുക. നമ്മുടെ വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ പള്ളിന്ന് വചനം എന്ന് പറഞ്ഞ വാക്കാണല്ലോ. വചനത്തിനാണ് ശക്തി ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം. ഖുറാന്റെ വചനത്തിന് ശക്തി. അതുപോലെ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രശക്തിന് ശക്തി. മന്ത്രം എന്ന് പറഞ്ഞാൽ വേർഡ്സാണ്. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ പോരെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കർമ്മങ്ങളൊക്കെ സൽക്കർമ്മങ്ങളായി മാറട്ടെ എല്ലാവരുടെയും എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്. താങ്ക് യു. സാബു സാറിനെ കാണുന്നില്ല, സാറ് യാത്രയിലായിരുന്നല്ലോ. അമർജ്യോതി മാഡം തുടങ്ങി വെക്കട്ടെ. ഓക്കെ മാം. നോമിനി ടീച്ചർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ് മാം എടുത്തത്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പൊ ഞാനിപ്പോ കൗൺസിലിംഗ് ചെയ്യുന്ന 2 ക്ലയൻസിന്റെ ഇത് ഞാൻ മനസ്സിൽ. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് +1 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ +2 ആണ്. നമുക്ക് +1 ടോപ്പറായി. അപ്പൊ അവളെ ഫ്രണ്ട്സുമാര്, അവളെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഇവള് ടോപ്പറായി എന്ന് അറിഞ്ഞതിന് ശേഷം ഭയങ്കര കരച്ചിൽ. ഈ കുട്ടിയാണെ വളരെ സെൻസിറ്റീവാണ്. ഇപ്പൊ കരഞ്ഞിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഈ അടുത്ത ദിവസം എനിക്ക് ഷോക്ക് അടിച്ചിരുന്നു, അന്നങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, എന്നാ എനിക്ക് ഇത്രയും ദുഃഖം വരൂലായിരുന്നു. ഞാൻ മുണ്ട് മുഖത്തിട്ട് നടക്കേണ്ട ഗതികേടിലാക്കിയില്ലേ, നീയല്ലേ അതിന് ഉത്തരവാദി. ഈ പാസ്സായ നല്ല ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടിയോട്. ആ കുട്ടി ഇത് കേട്ട് ഷോക്കായി വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും ബഹളവും, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കമില്ല. അങ്ങനെയാണ് ആ കുട്ടീനെ കൗൺസിലിംഗ് കൊണ്ടുവന്നത്. അപ്പൊ ഇവക്കൊരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്, അത് അവള് വാങ്ങൂല. അങ്ങനെയെല്ലാം കൂടി പറഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ വന്ന് റെഡി ആയിട്ട് കൊണ്ടിരിക്കുക. ഇപ്പൊ കുട്ടി ഏകദേശം ബോൾഡ് ആയിട്ടുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവുമോ? അത് മറ്റേ കുട്ടീനെ എന്താണെങ്കിൽ മറ്റേ കുട്ടി ഓൾറൗണ്ടറാണ്. ആ കുട്ടി എല്ലാ കാര്യത്തിനും NSSO NCCO എല്ലാത്തിന്റെ ലീഡറാണ്, ഭയങ്കര ഡാൻസറാണ്, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര ടോപ്പ്. ഇവളാണെങ്കിൽ പഠിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ടീച്ചേഴ്സ് അവളെ കൂടിയാണ്. അപ്പൊ ആകെ ഈ കുട്ടി ആകെ ഡൗൺ ആയിട്ട് എന്തൊരു മാനസികാവസ്ഥയാണ് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വേറൊരു കുട്ടി, അത് 6th പഠിക്കുന്നത്. ആ കുട്ടി ഭയങ്കര ബ്രില്യൻ്റ് ആണ്, പക്ഷെ നല്ല കറുത്തിട്ടാണ് കളറ്. അപ്പൊ ബ്രില്യൻ്റ് ഈ കുട്ടി പാടാനും ഡാൻസിനും എല്ലാത്തിനും, നല്ല ചിത്രം വരയ്ക്കും, ഭയങ്കര അതായത് എനിക്ക് തോന്നുന്ന ഒരു 15 വയസ്സിന്റെ ബുദ്ധിയുണ്ട് ആ കുട്ടിക്ക്. നല്ല ബുദ്ധിയില്ല കുട്ടി. ആ കുട്ടീനെ ഈ കുട്ടികൾ പറയുന്നത് എന്താണ്, നീ കറുത്തിട്ടാണ്, നീ ഭംഗിയില്ല, അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ കൂട്ടില്ല. എന്തൊക്കെ അത് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ഒരു കുട്ടീനെ അറ്റാക്ക് ചെയ്യാന്നുള്ള ആ കുട്ടീന്റെ ഒരു മാനസികാവസ്ഥ ആകെ ഡൗൺ ആയിട്ട്. അത് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു എന്താണെങ്കിൽ ചെറുപ്പത്തില് വീട്ടുകാർക്ക് നല്ലൊരു പങ്കുണ്ട്. മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് ഇതൊക്കെ കേട്ട് വളർന്നാല്
നമുക്ക് അസൂയ തനിയെ വരും. ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കി, എന്റെ അച്ഛമ്മ, അച്ഛൻ്റെ അമ്മ എന്റെ റോൾ മോഡൽ. അച്ഛമ്മ ആരെന്തെങ്കിലും ഭയങ്കര വിജയം നേടിന്റെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതൊരു ഞങ്ങളൊക്കെ മനസ്സിലവിടെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആരെ നന്നായാലോ ഇത് പറഞ്ഞാല് വേറെ ആളെ വിജയത്തില് ഞാൻ വളരെ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു, എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലൊരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. പിന്നെ നമ്മള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ഒരിക്കലും വേറെ ആളെക്കാൾ നന്നാവണമെന്ന് പറയാൻ പാടില്ല. നിന്റെ ബെസ്റ്റ്, യു ടേക്ക് ബെസ്റ്റ് ഔട്ട് ഓഫ് യു. ആ ഒരു പോളിസിയാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത്. അധികം പാരന്റ്സ് എന്താ പറയാ, നീ അടുത്ത വീട്ടിലെ മറ്റവനേക്കാൾ അടുത്ത ബെഞ്ചിൽ അവനേക്കാളും മാർക്ക് വാങ്ങണം എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്. വളരെ സന്തോഷം. അടുത്ത നമുക്ക് ശ്രീകുമാരി മാമിന് കൊടുക്കാം അല്ലേ മാം? ശ്രീകുമാരി മാം ഉണ്ട്. വരുന്നില്ല. വളരെ ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഓമന ടീച്ചർ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ അത് മറ്റുള്ളവരിൽ നിന്നും മുകളിൽ തന്നെ ഇരിക്കുമല്ല, എബവ് വാൾ എന്നാണ്, അതിക്കും മേലെ എന്ന് പറയുമല്ലോ, അതുപോലെ വളരെ പറയാൻ വാക്കുകളില്ല. വളരെ നല്ലൊരു പ്രസന്റേഷനും പിന്നെ PPT, ഞാൻ അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു PPT ആണിത്, വളരെ എക്സലന്റ് ആയിട്ട്. എവിടുന്നൊക്കെയാണോ എന്തോ ടീച്ചർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരു പ്രത്യേക കഴിവാണ് ഇങ്ങനെയുള്ള ഈ വീഡിയോ ഒക്കെ കൊണ്ടുവരുന്നത്. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു. റോയ് സാർ. ടീച്ചറെ, പുതുതായി ഒരു വാക്ക് പിടിച്ചു, മുദിത. പക്ഷെ അതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്ന് എല്ലാവരും പറയും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ. ഏതായാലും സ്വന്തം ജീവിതാനുഭവത്തിലൂടെ മുദിത പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സാമ്പിൾസ് മാഡം ഞങ്ങൾക്കൊക്കെ തന്നു. അത് തന്നെയല്ല, ഈ മുദിത പ്രാക്ടീസ് ചെയ്താലുണ്ടാകുന്ന ഗുണം പറഞ്ഞു, വളരെ കറക്റ്റാണ്. അതായത് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സന്തോഷം മറ്റൊരാൾക്ക്, നമ്മളുടെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതങ്ങ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വലിയ സന്തോഷകരമായ ഒരു ലൈഫിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നതും ഒക്കെ കറക്റ്റാണ് തത്വത്തിൽ. പക്ഷെ നമ്മുടെ കുട്ടികളെ ഒക്കെ ചെറുപ്പം മുതലേ ഇത് പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റിയതല്ല. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളെ, പ്രത്യേകിച്ചും അമ്മയുടെ കാര്യം പറഞ്ഞു, മാതാപിതാക്കളിലൂടെ, അമ്മയിലൂടെയാണ് ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഭാഗമുണ്ട്. അതായത് മനുഷ്യനാണ് കൂടുതൽ ഈ കാര്യങ്ങളിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുട്ടികളെയൊക്കെ ഇപ്പോൾ കോമ്പറ്റീഷനും മറ്റതും എല്ലാം, എൻ്റെ കുട്ടി മിടുക്കത്തിൽ ആവണം, എൻ്റെ കുട്ടി മറ്റുള്ളവരെക്കാളും വലിയ ഇതാവണം എന്നുള്ള ഒരു ഇതിലാണ് അവരെ വളർത്തുന്നത്. അപ്പോൾ അവരിലും അതുണ്ടാവും, മറ്റുള്ളവരെക്കാളും ഞാൻ മിടുക്കനാവണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്വന്തം സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിച്ചാലാവുള്ളൂ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് പല അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഇത് കാണാതെ വരുന്നത് നമ്മൾ വളരുന്ന സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികവും ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ വളരുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം വളരെ ശ്രദ്ധിക്കുന്നതിനും അതുവഴി ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനോഭാവവും നമ്മളിൽ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന കുറേ ഘടകങ്ങളാണ് മാഡം ഇന്ന് നമ്മളുടെ മുമ്പിൽ വരുന്നത്. ഏതായാലും അതുകൊണ്ട് അതായത് ഈ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ മറ്റു ലിക്കറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ദോഷം അവനോട് തന്നെ വരും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ അവനവൻ്റെ സുഖത്തിൽ നടക്കുന്ന ഒരു ഭാഗമാണത്. അത് വളരെ ദോഷം ചെയ്യുമെന്നും പറഞ്ഞ് മാഡം അവസാനിപ്പിച്ച ഭാഗവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏതായാലും
മാഡം ഈ മുദിത പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത് ഗുണങ്ങൾ ഒന്നുകൂടി ഒരു നല്ല ഇൻസൈറ്റ് തരുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. അത് തന്നെയല്ല, നമുക്കത് നോക്കുക, അതിന് പറ്റുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആ ചലഞ്ചസിനകത്താണ് ഈ അസൂയയും ഇതുമൊക്കെ വരുന്നത്. അതെല്ലാം ആളെ നല്ല ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് മറ്റുള്ളവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെക്കാൾ ആരും വലുതാകരുത് എന്ന് തോന്നാതെ നമുക്ക് കിട്ടിയത് അവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം നമുക്ക് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. മാഡത്തിൻ്റെ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതായ ചില കാര്യങ്ങളും അതുപോലെ കൊണ്ട വീഡിയോസും എല്ലാം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. രാജു സാർ ഉണ്ടല്ലോ. ഇനിയും വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത്. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവന് പറയാൻ പറ്റും. രാജു സാർ വന്നിട്ടുണ്ട്. സാറെ തുടക്കം മുതലുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് ഇച്ചിരി ബ്രേക്കായി. മാഡം വളരെ നല്ല ഇൻട്രഡക്ഷനോട് കൂടിയാണ് തുടങ്ങിയത്. അതായത് ഈ വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി നല്ല അനുഭവങ്ങളും അതുപോലെ മറ്റു കഥകളൊക്കെയും പറഞ്ഞു. പിന്നീട് മുദിത എന്നുള്ള ഈ സങ്കല്പം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആരോ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കാൻ ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതാണ്. നമ്മൾ വറീഡായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കംഫർട്ടബിളായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ അങ്ങനെയുള്ള മറ്റൊരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം ആശ്വസിക്കപ്പെടുന്നു. ആശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അനുഭവങ്ങളാണ് വ്യക്തമായ അനുഭവങ്ങൾക്ക് നമ്മൾ കടന്നുപോയി. അതുപോലെ തന്നെ വളരെയധികം കാര്യങ്ങളിൽ കൂടി കടന്നുപോയി. ആ കടന്നു പോകുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടുകയാണ്. സെയിന്റ് പോൾ തന്നെ തന്റെ ജീവിതത്തിൽ ബൈബിളിലെ സെയിന്റ് പോൾ തന്നെ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് അല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും അത് സാധിക്കുന്നില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അസൂയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും എന്താ പറയുന്ന ഒരു തരത്തിലുള്ള അസൂയ ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ ദുഃഖത്തിലാണ് പലപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നത്. കാരണം അവന് അങ്ങനെ വന്നല്ലോ എന്ന് നല്ല കാര്യം വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് അത്രയധികം സന്തോഷം തോന്നാറില്ല. സാധാരണ ഗതിയിൽ അങ്ങനെയാണ്. എന്നാൽ മനഃപൂർവ്വമായിട്ട് ശ്രമം നടത്തണമെന്നാണ് മാഡം പറഞ്ഞത്. പല ഉദാഹരണങ്ങളിൽ കൂടി പറഞ്ഞതായിട്ടുള്ള ഈ തത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറയുന്നത് സംസ്കൃത വാക്കുമാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ക്ലാസ് മാഡത്തിന്റെ ഈ സെഷന് വളരെയധികം വലിയൊരു സത്യമാണ് അവർക്ക് കാട്ടിയത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹം തന്നെ നന്നാകും. സമൂഹം തന്നെ വളരെയധികം മുന്നോട്ട് പോകും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുന്ന പരിപാടി അല്ലാതെ അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ പങ്കുവയ്ക്കാൻ സാധിക്കുക. നമ്മൾ ഒരാളുടെ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിയാകുമെന്ന്, സങ്കടം പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് പകുതിയായിട്ട് മാറും എന്നാണല്ലോ പറയാറുള്ളത്. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ ഏത് മനുഷ്യ ജീവിതത്തിലും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിലും ശരിയാണെന്ന് നമ്മളിവിടെ കണ്ടു. തീർച്ചയായിട്ടും ഇത് നല്ലൊരു പാഠമായിട്ട് തീരട്ടെ എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചതായ അമ്മ മാഡത്തിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് വളരെയധികം എന്താ പറയുക അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വേണു സാർ വീഡിയോ ചെയ്ത് വന്നിട്ടുണ്ട്. മേഡം
ഏതായാലും നല്ലൊരു തീമാണ് എടുത്തിരിക്കുന്നത്. കേൾക്കാവോ? ഹലോ കേൾക്കാം സാർ, ഹലോ ആ കേൾക്കാം സാർ. അതായത് ഈ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുക എന്നുള്ള ഒരു സാഡിസ്റ്റ് മെന്റാലിറ്റിയാണ്. പിന്നെ എമ്പതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമാണ്. അപ്പം ഇത് കുട്ടികളെ തന്നെ വളർത്തിക്കൊണ്ടുവരണം. കൊച്ചു കുട്ടികളായിരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ ഒരു ചിന്താഗതി കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാരണം അവരാണല്ലോ നാളത്തെ പൗരന്മാർ. അപ്പോൾ ഇതിൽ വീട്ടിൽ നിന്ന് പേരൻറ്റിങ്ങിന് ഇതുണ്ടല്ലോ, ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അവിടുന്ന് തുടങ്ങേണ്ടത്. അപ്പം നല്ല സ്വഭാവം, കോണ്ടാക്ട് ഇതൊക്കെ ആരംഭിക്കുന്ന വീട്ടിൽ നിന്നാണ് പറയേണ്ടത്. അത് കൂടാതെ സ്കൂളുകളിൽ നിന്ന് ഇത് ഇത്തരം സ്വഭാവവിശേഷങ്ങൾ കുട്ടികൾ വളർത്തിയെടുക്കാൻ ടീച്ചേഴ്സിനും സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ഭാവിയിൽ നല്ലൊരു പൗരന്മാരായിട്ട്, അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് നമ്മളെപ്പോലെയാണ് ഈക്വലൈസേഷൻ ചിന്താഗതി, നമ്മളെപ്പോലെയാണ് മറ്റുള്ളവരും എന്നുള്ളതാണ്. പിന്നെ കഴിവുകൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് അവൻ എത്ര ശ്രമിച്ചാലും മാർക്ക് കുറവായിരിക്കും. കാരണം അവൻ അത്രേ കഴിവുള്ളൂ. അതേസമയം കഴിവുള്ള കുട്ടികളാകുമ്പോൾ നല്ല മാർക്ക് വാങ്ങും. അപ്പോൾ അസൂയ തോന്നിയിട്ട് കാര്യമില്ല. ഇത് പിന്നെ അത് അങ്ങനെ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവന് സ്വാഭാവികം പിന്നെ സാമ്പത്തികം, പണക്കാരൻ്റെ മക്കൾ പഠിക്കും, പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് അത്രയും ഡ്രസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഒരു തരത്തിലും അവന് ഈക്വലാകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനുണ്ടാകുന്ന വിഷമം അത് അസൂയായിട്ട് രൂപപ്പെടും. അപ്പം അത് ആ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കടമ. അപ്പോൾ പിന്നെ ഈ അത് പിന്നെ ഈ കുട്ടികൾ ഇപ്പോൾ യൂണിഫോം വരികയായിരുന്നു. സ്കൂളുകളൊക്കെ യൂണിഫോം വരുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്ത ഈക്വലൈസേഷൻ വരും. കാരണം പണക്കാരൻ്റെതോ പാവപ്പെട്ടവനോ ആണ് ഒരേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ആ രീതിയിലുള്ള ചിന്താഗതി അത് നല്ലൊരു സംവിധാനമാണ്. ഏതായാലും ഓമനമായി എടുത്ത സബ്ജക്റ്റ് വളരെ നല്ല ഒരു ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള നല്ലൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നതെങ്കിലും കുറച്ചേ കേട്ടിട്ടുള്ളെങ്കിലും ഇത് വളരെയധികം ഇമ്പ്രസീവായി തോന്നി. താങ്ക് യു അമനമ്മ. താങ്ക് യു സർ. ഓക്കെ, പറയട്ടെ ഓമന മാം, പറയട്ടെ. പറയാം. ആ ഓമന മാം, ഇത് വളരെ നല്ലതായിട്ട് തോന്നി. മുദിത എന്ന വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാലും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക. നമ്മൾ അങ്ങനെ ആയിരുന്നാലും നമ്മുടെ കുട്ടികളും ആ തരത്തിൽ തന്നെ ആകും. നമ്മൾ അതിനൊരു മോഡലായിട്ട് ആണ് ഈ ലോങ് ജേർണിയിൽ നമ്മൾ അങ്ങനെയായിരുന്നു അവർ കണ്ടിരുന്നെങ്കിൽ അവരും അതുപോലെ തന്നെ ആകും എന്നാണ് എൻ്റെ അനുഭവം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ അസൂയപ്പെടുകയും അതില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുകയൊക്കെ ചെയ്ത് കണ്ടാണ് അവർ വളരുന്നതെങ്കിൽ അവരും അങ്ങനെ തന്നെ ആകും. പിന്നെ ഹവായ് ദ്വീപില് എന്നും പറഞ്ഞ് ഞാൻ ഒരു ഇത് വായിച്ചിട്ടുണ്ട്. അത് മാഡത്തിന് അറിയാമോ? അത് മറ്റുള്ളവരോടുള്ള പ്രതികാരം അവരവിടെ അതൊക്കെ അങ്ങ് നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ആരോഗ്യമാണ് പോകുന്നത്, മാനസികാരോഗ്യം. അതിന് പകരം അതങ്ങ് ക്ഷമിക്കുക. എത്ര വലിയ അപരാധമാണെങ്കിലും ക്ഷമിച്ചാൽ നമ്മുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടാതിരിക്കും. അതിനൊരു വാക്ക് ഒപ്പന എന്തോ വാക്ക് ഞാൻ മറന്നുപോയി. അങ്ങനെ അത് ഞാൻ അടുത്ത ദിവസം മാതൃഭൂമിയിൽ വായിച്ചതാണ്. അതുപോലെ ഇതും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അസൂയപ്പെടാതെ അവർക്ക് നല്ലത്. ഇപ്പൊ എനിക്കാണെങ്കിൽ എൻ്റെ കൊച്ചുമക്കളോ മക്കളോ ആരും ഈ എൻട്രൻസ് കടമ്പ കടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ ചേച്ചിയുടെ കൊച്ചുമോൻ ഈ നീറ്റ് പരീക്ഷയിൽ അവന് കിട്ടി. അപ്പോഴേക്കും എനിക്ക് വലിയ സന്തോഷമായി. ആദ്യം എൻ്റെ ഉള്ളിൽ ഒരു അസൂയ തലപൊക്കി, എൻ്റെ കൊച്ചുമോനായില്ലല്ലോ. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് ഇവനെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ മാഡം ഒരാളുടെ കാര്യം അങ്ങനെ പറഞ്ഞല്ലോ, മാഡത്തിന്റെ മോനെ അയക്കാൻ പറ്റാഞ്ഞിട്ട് മാഡം പോയി അത് വേറൊരു കുട്ടിക്ക് കിട്ടുന്നതിൽ സന്തോഷിച്ചെന്ന്. അതുപോലെ ഞാനും എൻ്റെ ചേച്ചിയുടെ കൊച്ചുമോന് നീറ്റ് കിട്ടിയപ്പോൾ സന്തോഷിച്ചു. താങ്ക് യു മാം, നല്ല ഒരു കാര്യം പറഞ്ഞു തന്നതിന്. താങ്ക് യു. അതൊരു മാത്യു തോമസ് എന്ന് പറഞ്ഞു സാറ് ഞാൻ കാണുന്നുണ്ട്. സുദ്ധോധന സാറുണ്ട്. മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ സാർ. സാറ് ഞാൻ ലാസ്റ്റ് പാർട്ട് എത്തിട്ടെ പേര് മാത്രമല്ലേ ഉള്ളൂ. ഓൺ ചെയ്യാം. ഞാൻ കേട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങളോട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്യാമറ
ഓഫ് ചെയ്ത് ഇരിക്കുന്നത്. കാരണം ഞാനും വൈഫും മാത്രമാണ് അപ്പൊ വീട്ടില്. അപ്പം കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ സഹായിക്കണ്ടേ നമ്മള്. അപ്പൊ അത് കാത് മാഡത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതില് ഞാൻ ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. വേറെ ആരോ അത് ശബ്ദം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഈ അൺകണ്ടീഷണൽ ആ ബൗണ്ട്ലെസ് ആ വാക്കുകളൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പൊ അത് ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരണം എന്ന് പറഞ്ഞ പോലെ മാഡത്തിന്റെ മകന് ഈ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേരാൻ കഴിഞ്ഞില്ല. പക്ഷെ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയെ അതിനെ പ്രേരിപ്പിച്ച് ചേർക്കാനൊക്കെ കഴിഞ്ഞു ഒക്കെ പറയുന്ന വലിയൊരു മനസ്സിന്റെ ഒരു ഒരു എന്താ പറയാ സന്തോഷവും സംതൃപ്തിയൊക്കെയാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ നമ്മുടെ വീട്ടില് ഞാൻ കാണുന്നുണ്ട്. അതെ. അത് കാണുമ്പോൾ എന്തൊരു നമ്മുടെ മനസ്സങ്ങനെ നിറഞ്ഞു തുളുമ്പില്ലേ. ഒരു നമ്മൾ കാരണം ഒരാൾ ഈ കാരണമൊന്നുമില്ല. അല്ല, ദൈവം നമ്മളെ ഒരു ആയുധമാക്കി. അത് അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഞാനൊക്കെ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ദൈവം ഒരു അവസരം തന്നു. അതെ, അങ്ങനെ ഉള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സാണ്. ഈ നമ്മുടെ ഈ മുടിത്ത ഏറ്റവും നന്നായിട്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടീച്ചേഴ്സാണ്. കാരണം എൻ്റെ വൈഫും ഒരു പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. അവർ മറ്റുള്ളവരുടെ ഒരു കുട്ടിക്ക് ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി എന്തുമാത്രം അവർ തയ്യാറെടുക്കുകയും അവരൊരുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർ ഈ റിസൾട്ട് വരുന്നത് വരെ വെപ്രാളമാണ് ഇവർക്ക്. അല്ലാതെ ശമ്പളം മേടിച്ചാൽ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളതല്ല. അവരുടെ ഒരു അത് എനിക്ക് ഈ പ്രൊഫഷനിൽ ഉള്ളതിൽ ഏറ്റവും ടീച്ചേഴ്സാണ് ഇത് ഏറ്റവും ജീവിതത്തിൽ മുടിഞ്ഞു പോട്ടെ എന്നല്ല, മുടിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവനവനാത്മസുഖത്തിന് ചെയ്തതൊക്കെ അവരെന്നെ ഗുണത്തിനായിട്ട്. പക്ഷെ ഞാനൊരു ചെറിയൊരു വിജയം പറഞ്ഞോട്ടെ മാഡം. ഈ അമ്മ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുകയും വളർത്തുകയും സെൽഫ്ലെസ് ആയിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഇത് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ അതൊരു ഈ മറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലേ, അത് എല്ലാ ജീവജാലങ്ങൾക്കും അതെ അൺകണ്ടീഷണൽ ആണെങ്കിൽ പോലും വേറൊരു കുഞ്ഞിനെ ഇതേപോലെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ബുദ്ധന്റെ ഡെഫിനിഷൻ ഉള്ളിലേക്ക് വരുന്നത്. മറ്റേത് അത് ശരിയാണ് സാർ. പക്ഷെ ഈ വേറെ ആർക്കും ഇത് കാണിക്കാൻ പറ്റില്ല. ഇല്ല, അത് ജനറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. അത് നമ്മൾ നമുക്ക് ഇറ്റ്സ് ഇൻവോൾവ് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ്സ് ഡിസോൾവ് ഇൻ ഇറ്റ്. പക്ഷെ അതിന്റെ അപ്പുറമുള്ള ഒരു സാധനമാണ് ഞാൻ ഈ ആഗ്രഹിച്ച ഇതിൽ. കാരണം നമ്മൾ അക്വയർ ചെയ്തെടുക്കണം. നമ്മൾ അക്വയർ ചെയ്തെടുത്തിട്ട് അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ എല്ലാവരോടും കാണിക്കണം. അതെ, അത് അക്വയർ ചെയ്യണം. എല്ലാവർക്കും പറ്റില്ല. ഏറ്റവും വലിയ സ്വാർത്ഥന്മാര് അവരുടെ മക്കളെ നന്നാക്കാനും അവരുടെ മക്കളെ പാർട്ടിയിൽ കൊണ്ടുവരാനും അവരുടെ മക്കൾക്ക് വ്യവസായം ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് വരില്ല. പക്ഷെ അല്ലാതെ മക്കളെ പോലെ കരുതിക്കൊണ്ട് ചെയ്യുന്നു നമ്മുടെ അല്ല സർ, ആ കുരങ്ങ് കണ്ടില്ലേ, ആ കൊച്ചിന് നടക്കാൻ വേണ്ടി വഴിയൊക്കെ തൂക്കുന്ന കണ്ടില്ലേ? അല്ല, അത് കുരങ്ങിന്റെ കുട്ടി ആയതുകൊണ്ടാണ്. അതിനകത്ത് കുരങ്ങൊരു നായ്ക്കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോഴാണ് ഇത് അതിമനോഹരമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു സിനിമയില്ലേ സാർ, അതെ, ഒരു സിനിമ ഉണ്ടല്ലോ, ഈ വ്യത്യസ്തനാം ബാർബറാം ബാലൻ. ഈ മമ്മൂട്ടി മദ്രാസിൽ അഭിനയിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കടുക്കൻ ഊരി കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടാക്കാൻ സഹായിച്ചിട്ട്, കാരണം അത് ആണ് ഈ നിഷ്കാമ കർമ്മം എന്ന് പറയുന്ന രീതിയിൽ. ആ സിനിമയിൽ നമ്മുടെ എല്ലാം കണ്ണ് നിറഞ്ഞുപോയി. ഈ ആ ബാലൻ എവിടെയാണെന്ന് ഈ വലിയ നിലയിലെത്തിയ സിനിമാ താരം അദ്ദേഹത്തിനെ വളർത്തി വിട്ട് ഒരു ചങ്ങാതി അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിൽ ശരിക്ക് മുടിത എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ആ ഉള്ളിൽ തട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരുപാട് പേർക്കും നമുക്ക് പോരായ്മയൊക്കെ. അടുത്ത വീട്ടിലെ ആളിന് ഈ മൺസൂൺ ലോട്ടറി 12 കോടി അടിച്ചു എന്നൊന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഉറക്കം വരില്ല തീർച്ചയായിട്ടും.
അത് അത് അതേപോലെ മനുഷ്യരല്ലേ, എല്ലാവരും നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ഇതേപോലെ ഈ നല്ല ക്വാളിറ്റീസ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണത്. അപ്പോൾ ഈ ഒരു മാഡം പറഞ്ഞ പോലെ ഈ മതിലുകൾ കെട്ടിയിട്ട് വീടുകൾ, നേരത്തെ എൻ്റെ വൈഫിൻ്റെ ചേച്ചി താമസിക്കുന്നത് പാലക്കാട് ടൗൺ ഹാളിൻ്റെ തൊട്ട് പുറകിലായിരുന്നു. അതിൻ്റെ തൊട്ട് വൃന്ദാവൻ കോളനിയിൽ തൊട്ടടുത്ത വീട്ടിൽ വരും തമ്മിലൊരു ചെറിയ മതിലിൻ്റെ ഇതിൽ 2 വീട്ടമ്മമാരും അപ്പുറം ഇപ്പുറം നിന്നൊക്കെ വർത്തമാനം പറയും ഒക്കെ ചെയ്ത് ഞങ്ങളും എല്ലാം വളരെ പരിചയക്കാരാണ്. ആ വീട്ടിലെല്ലാം ഞങ്ങൾക്കും അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബിസിനസ്സിലൊക്കെ കുറെ കാശ് കിട്ടിയപ്പോൾ ആദ്യം ചെയ്ത് ഈ മതിലുകളൊക്കെ അങ്ങോട്ട് പൊക്കി ജയിലിന്റെ മതിൽ പോലെയായപ്പോൾ അതിനുള്ളിൽ ഇവര് ഉണ്ടോ, അവരെവിടെയാണോ എന്നൊന്നും ആർക്കും അറിയാത്ത രീതിയിൽ മതിൽ കെട്ടി. മാഡം പറഞ്ഞൊരു വാക്കില്ലേ, ആ കല്ലും ആ മണലും ആ സിമെന്റും ഒക്കെ പാലങ്ങൾ പണിയാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന്. കേരളത്തിലെ മതിലെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടാൻ ഉപയോഗിച്ച നിർമ്മാണ വസ്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് എന്തുമാത്രം പാലങ്ങൾ പണിയുകയും ചെറിയ കൾവർട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ബിറ്റ്വീൻ 2 പീസസ് ഓഫ് ലാൻഡ് ഒരു കണക്ഷൻ ഉണ്ടാക്കാനും ഒക്കെ. പക്ഷെ നമ്മുടെ അത് ഇടുങ്ങിയതും സ്വാർത്ഥരും ഒക്കെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. എന്തായാലും ഈ ഉള്ളത് കൊണ്ട് തൃപ്തിയടാനുള്ള ഒരു മനസ്സും പണ്ടേ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ 10 ലഭിച്ചാൽ 100-ന് മോഹം, 100-നെ അങ്ങനെ ഈ പൂന്താനം പാടിയതും ഒക്കെ. പക്ഷെ എന്തായാലും ഇന്ന് കുറച്ച് നല്ല തോട്ട്സ് മാഡം പലതും ഇതിനകത്ത് ചെതറി ഇങ്ങനെ പറഞ്ഞു തന്നു. ഈ അമ്മയും കുഞ്ഞും, അതേപോലെ തന്നെ മാഡത്തിൻ്റെ സ്റ്റോറി. മാഡം എപ്പോഴും അച്ഛനെ ഈ ഫാദേഴ്സ് ഡേക്ക് ഞാനെപ്പോഴും ഒരു ഫംഗ്ഷനിൽ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞങ്ങളുടെ 7 മണിയുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. എപ്പോഴും അച്ഛനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എവിടെയൊക്കെ തിരികെ അതിലൊക്കെ ചേർത്ത് പറയുന്ന ഒരു ആളുണ്ട്. റിട്ടയർഡ് അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാഡത്തിൻ്റെ പേര് പറയാതെ ഞാൻ പറയാറുണ്ട്. ഇന്നും തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ പടം കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇതാ ഇപ്പോൾ വരും വീരേന്ദ്രകുമാറിൻ്റെ കൂടെ സമരത്തിൽ പങ്കെടുത്തതും. പിന്നെ വീരേന്ദ്രകുമാറിന്റെ കൂടെ സമരത്തിൽ പങ്കെടുത്തില്ല. വീരേന്ദ്രകുമാർ അന്ന് കുട്ടിയാണ്. അത് ശരി. പിന്നെ ഈ മക്കളിൽ വെച്ചിട്ട് ഏറ്റവും ലാളിച്ച മോള് എന്നൊക്കെ നേരത്തെ പല പ്രാവശ്യം പലയിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പറഞ്ഞത് കേട്ട് ഞാനിങ്ങനെ ചിരിക്കുകയായിരുന്നു മനസ്സിൽ. മാഡം എന്താ അച്ഛൻ ഇപ്പം കാണിക്കും, അത് കഴിഞ്ഞിട്ട് ശേഷം സമരചിത്രം കാണിക്കും, അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നെ വളർത്തി ലാളിച്ച് വലുതാക്കിയതിനെ പറ്റി പറയും എന്നൊക്കെ. എന്തായാലും ഈ വലിയ സാമൂഹ്യ സേവനമൊക്കെ ചെയ്ത അച്ഛന്മാരുടെ മക്കളാവുന്നത് തീർച്ചയായിട്ടും വലിയ ഭാഗ്യമാണ്. ശരിക്ക് പുണ്യം ചെയ്താലേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഈ ഭയങ്കര ഒരു പണക്കാരൻ്റെ, വലിയൊരു സ്വാർത്ഥൻ്റെ, വലിയൊരു വ്യവസായിയുടെ മകളായിട്ട് ജനിക്കാതെ ഇതുപോലെ അച്ഛൻ്റെ മകളായിട്ടൊക്കെ ജനിച്ചുകൊണ്ടാണ് 7 മണിക്ക് ഇങ്ങനെ വന്നിരിക്കാനും ഞങ്ങളോട് സംസാരിക്കാനും ഒക്കെ മാഡത്തിന് കഴിയുന്നത്. ഞാൻ എന്താ ഈ പണിയിൽ ഭാര്യയെ സഹായിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കാനും ഒക്കെ ഇടയായത്. എന്തായാലും ശരി മാഡം, വളരെ നന്നായി. ഇറ്റ്സ് വെരി സ്വീറ്റ് ആൻഡ് ഇൻഫർമേറ്റീവ്. നല്ല റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു പ്രഭാഷണം പോലെയായിരുന്നു. താങ്ക് യു. താങ്ക് യു. മാത്യു തോമസ് സാർ. സരസ്വതി മാമിനെ കാണുന്നുണ്ട്. ആരെങ്കിലും അഡ്മ്യൂട്ട് ചെയ്യാവോ? മാത്യു സാർ. സരസ്വതി മാം പോയെന്തോ. മാത്യു സാർ. VP ജോർജ് സാറുണ്ട്. ജോർജ് സാർ. താങ്ക് യു മാം. നല്ല ഊതിക്കാച്ചിയ പൊന്നുപോലെ ഒത്തിരി മെസ്സേജ് നല്ല ക്യാപ്സ്യൂൾ ഫോമിൽ തന്നു. നല്ലത്. ചിന്തിക്കാൻ ഒത്തിരി ഉണ്ട്, ഉൾക്കൊള്ളാൻ ഒത്തിരി ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിരുന്നാലും കുറേ നേരമൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കാവുന്ന കുറേ മെസ്സേജസ്. സത്യമാണിത്. പക്ഷേ സമൂഹത്തിൽ യഥാർത്ഥത്തിലുള്ളത് പണ്ടേ നമുക്കറിയാം ഇല്ലേ, നമ്മുടെ വീട്ടിൽ പവർ പോകുമ്പോൾ കറണ്ട് പോയാൽ ഉടനെ പുറത്തിറങ്ങിയിട്ട് നോക്കും മറ്റേ വീട്ടിലും പോയോ. നമുക്ക് വലിയ അസ്വസ്ഥതയൊന്നുമില്ല, കുറച്ച് സമാധാനമായി. അങ്ങനെയല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറയും, ഈ വാഴ കൃഷി ചെയ്തിട്ട് മഴക്കാലം ആകുമ്പോൾ വലിയ കാറ്റും മഴയും കൂടെ വരുമ്പോൾ വാഴ ഒടിഞ്ഞു പോകും. അപ്പോൾ 50 വാഴ വെച്ചവൻ്റെ ഒരു 20 വാഴ പോയി എന്ന് പറഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ട് വരുന്ന മറ്റൊരു കർഷകൻ പറയാ, എൻ്റെ 100 എണ്ണം വെച്ചു 100ഉം പോയി എന്ന് പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം പകുതി വിഷമം അപ്പം തന്നെ കുറഞ്ഞു. ആ 20 ഇവന്റെ കഷ്ടപ്പാടിൽ പോയതിനല്ല, മറ്റവൻ്റെ 100ഉം പോയല്ലോ, എൻ്റെ കുറച്ച് മിച്ചം ഉണ്ടല്ലോ എന്ന് തോന്നാൻ അവന് ഇട വരുന്നത് അന്നേരത്ത് മാത്രം. ഇത് എന്തോ
മനുഷ്യന്റെ ഒരു ജന്മവാസന പോലെ പ്രകൃതമാണ്, അവന്റെ ആ സ്വാഭാവികതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനം ചെറുപ്പം മുതലേ കണ്ടും കേട്ടും അനുഭവിച്ച് പഠിക്കുന്നതിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്കൂളുകളിലെയും കുട്ടികളുടെ പേരൻസ് കാര്യം നേരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും മാറി നിന്നിട്ട് പിള്ളേർ കേൾക്കെ തന്നെ പറയും ടീച്ചർമാരുടെ കുറ്റം. ആ ടീച്ചറും ആ സ്കൂളിലും പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ആ ഒരു മെസ്സേജ് മാറ്റി നിർത്തിയിട്ട് ഒരു സങ്കല്പിക്കാൻ കഴിയില്ല, അവരെ കുറിച്ച് ഒരു നല്ലൊരു ഇമേജ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ മുൻവിധിയോട് കൂടിയാ കുട്ടി എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നു. അവന്റെ ഭാവിയാണ് അത് സത്യത്തിൽ ബാധിക്കുന്നതെന്ന് അവരാരും അറിയുന്നു. ആ ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ട വാല്യൂ ഒന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല ആ പിള്ളേർക്ക്. ഒരുപക്ഷെ ഇവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ശിക്ഷണ നടപടി എടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ ശിക്ഷിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും കഥകൾ പറഞ്ഞു കേട്ടതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഇവർ അഭിപ്രായം പറയുന്നത്. പക്ഷേ അത് വല്ലാത്ത ഉന്മൂലനം ആണ് വരുത്തി വെക്കുന്നതെന്ന് അവരാരും അറിയാറില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അത് രൂപപ്പെടുന്നത്. ഇപ്പം മാം അത് പലപ്പോഴും സൂചിപ്പിച്ചല്ലോ, പലതും പേരൻസ് തന്നെയാണ് ഉത്തമ മാതൃകയായിട്ട് കൊടുക്കേണ്ടത്, വേറെ ആർക്കും അത്രയും പറ്റില്ല. എന്തായാലും ഒത്തിരി നല്ല മെസ്സേജസ് അതങ്ങനെ നീണ്ടു നിൽക്കുമല്ലോ. ഈ വെള്ളത്തിൽ കല്ലിട്ടാൽ കുറെ നേരം തിരയടിക്കുന്നത് പോലെ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നു. എല്ലാവർക്കും കാണാനും അവസരം ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് കുറച്ചുകൂടെ അറിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. താങ്ക് യു മാം, ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു, താങ്ക് യു. മാത്യു തോമസ് എന്ന് പറഞ്ഞൊരു സാറിനെ കാണുന്നു. സാറ് വരുന്നില്ല. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല സാർ, ഒരു മാത്യു തോമസ് എന്ന് പറഞ്ഞൊരു സാറിനെ കാണുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞോ? തീർന്നിട്ടില്ല. ഒരു മാത്യു തോമസ് എന്ന് പറഞ്ഞൊരു സാറിനെ കാണുന്നുണ്ട്. സാറ് നേരത്തെ അൺമ്യൂട്ട് ചെയ്തപ്പോഴത്തേന് ശുദ്ധോധന സാർ പറഞ്ഞു. അപ്പൊ പിന്നെ സാർ ഇനി മാറിപ്പോയോന്ന് അറിയത്തില്ല. ഇവിടെ ഉണ്ട്. മാത്യു സാറെ കേൾക്കുന്നുണ്ടോ? മാത്യു സാർ, ജോർജ് സാറൊക്കെ പറഞ്ഞോ? റോയ് സാർ, ഷീല മാഡം, ഉഷ മാഡം. ഷീല മാഡം പറയൂ, മാത്യു സാർ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അൺമ്യൂട്ട് ചെയ്തോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഓമന മാം ഇത് തുടങ്ങുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഈ മുദിത എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, ഈ വേർഡ് കേട്ടിട്ടില്ല. ഇത് ആ വേർഡ് ആദ്യം കേൾപ്പിച്ചതിന് താങ്ക്സ് പറഞ്ഞോട്ടെ. കാരണം അത് അസൂയ ഇല്ലാത്ത സന്തോഷം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അസൂയ ഇല്ലാതെ സന്തോഷിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അതിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്നൊക്കെ കൂടെ പറഞ്ഞു തന്നു. നമുക്ക് ഉള്ളുകൊണ്ട് നല്ല ആഗ്രഹമുണ്ട്, ഇങ്ങനെ തന്നെ നമുക്ക് ആവണമെന്ന് ഭയങ്കരമായ ആഗ്രഹമാണ്. അപ്പൊ ഇല്ല ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ആ ആഗ്രഹത്തിന്റെ പുറത്ത് പിന്നെ ഓമന മാമിന്റെ ഈ ക്ലാസ്സും കൂടെ ആയപ്പോഴത്തേക്ക് ഇനി അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇനി തുടരണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ എത്തിക്കാൻ മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതും തന്നിട്ടുണ്ട്. ഇതില് നമുക്ക് അറിയാം മാഡം, കാരണം നമ്മൾ വളർന്ന സാഹചര്യം ഇതിലൊരു പ്രധാന പങ്ക് തന്നെയാണ്. അതെല്ലാവരും പറഞ്ഞു. നമ്മളെ ചുറ്റുപാടുകള്, അതുപോലെ തന്നെ പണ്ടത്തെ ജീവിത ശൈലി, പണ്ടത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ അസൂയയ്ക്കും കുശുമ്പിനും ഒക്കെ നല്ല ഡിഗ്രി ഉണ്ടായിരുന്ന സമയം. നമുക്ക് മുമ്പുള്ളവർക്ക് അത്ര ഇല്ലായിരുന്നു, അവർക്കില്ലായിരുന്നു. അവർ കുറച്ചുകൂടി പിന്നെ നല്ല വീക്ഷണമായിരുന്നു. നമ്മുടെ ആ കാലഘട്ടത്തിൽ വന്നപ്പോഴാണ് ഡംബും പിന്നെ കമ്പാരിസണും പിന്നെ അതുപോലുള്ള മറ്റ് എല്ലാം നമ്മളിലാണ് കൂടുതലായിട്ട്, നമ്മുടെ തലമുറയിലാണ് കൂടുതലായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതേസമയം ഇനി വരുന്ന തലമുറ ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് മാർക്കുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പിള്ളേരോട് തന്നെ നമ്മൾ ഒരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതോടുകൂടി ഞാൻ ചോദിക്കൽ നിർത്തിയതാ. കാരണം അവന്റെ മാർക്ക് പറഞ്ഞപ്പോ ഞാൻ അവന്റെ ഫ്രണ്ടിന്റെ മാർക്ക് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചില്ല. അത് മാത്രമല്ല അവൻ
ഉമ്മച്ചിക്ക് ഇപ്പൊ അവന്റെ മാർക്ക് എറിഞ്ഞിട്ട് എന്ത് നേടാനാന്നൊരു ചോദ്യവും കൂടെ ചോദിച്ചു. അപ്പൊ സത്യം പറഞ്ഞ ഒരു ടീച്ചറായ ഞാനങ്ങ് ചൂളിപ്പോയി. ശരിയാണല്ലോ, അവന്റെ മാർക്ക് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ അവിടെ അവൻ ഒരു കമ്പാരിസൺ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നതെന്നുള്ളത് എനിക്കും അവനും മനസ്സിലായി. അപ്പൊ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു തന്ന അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു മാർക്കിനെ കുറിച്ച് ഒന്നും ചോദിക്കാറേ ഇല്ലായിരുന്നു. കാരണം നാണിച്ചു പോയി. അവന്റെ ആ ക്വസ്റ്റ്യനില് നമ്മൾ ചെറുതായതുപോലെ തോന്നിപ്പോയി. അപ്പൊ അതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലായിരുന്നു കൂടുതലുള്ളത്. ഇനിയത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് അതിന്റെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം ആരെന്ത് സംഭവിച്ചാലും അവർക്ക് ഒന്നും ഒരു വിഷയമല്ല. അവര് നന്നായോ, നന്നായിക്കോട്ടെ. അവര് പിന്നെ നല്ല ഡ്രസ്സ് ഇട്ടോ, ഇട്ടോട്ടെ. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു തലമുറ ഇനി വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടി നന്നായി നല്ലൊരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതലും ഇപ്പോഴത്തെ കുട്ടികള് പിന്നെ നമ്മളെയും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ രീതിയിൽ തന്നെ പോകും. അത് മുമ്പൊക്കെയുള്ള ഈ ആൽബം എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ മാഡം, ഈ വെഡിങ് ആൽബം എടുത്ത് നോക്കുമ്പോഴാണ് ഏറ്റവും നമുക്ക് രസമായിട്ട് തോന്നുന്നത്. അതില് ആ കല്യാണത്തിൽ എത്ര പേർക്കാണ് ഹാപ്പി ആയിട്ടുള്ള ഒരു മനസ്സുള്ളതെന്നുള്ളത് നമുക്ക് ആൽബം ഇനിയും എടുത്തു നോക്കിയാലും മതി. പഴയ വീട്ടിൽ ആൽബം ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മറിച്ചു നോക്കിയാൽ അറിയാം. നമുക്ക് ആ മുഖത്ത് കാണും, ആ ഫോട്ടോസിൽ കാണും നമുക്ക് അവരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആർക്കായിരുന്നു കുറവായിരുന്നത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ മാഡം പറഞ്ഞതില് അതുപോലെ സാറ് പറഞ്ഞു പാലക്കാട് മതിലിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പാലക്കാട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാലക്കാട് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു നല്ലൊരു സ്വഭാവം, മതിലുകൾക്ക് ഉയരമില്ല, പൊക്കമില്ല. ഒരു നമ്മളെ സാധാരണ മതിലിന്റെ പകുതി മതിലേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ കാര്യവും അപ്പുറവും ഇപ്പുറവും ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും വീട്ടിൽ വന്ന് പറയുമായിരുന്നു. കാരണം നമ്മുടെ വീട്ടില് ഒരാളെ ഉള്ളെങ്കിൽ ആ ആളിന് പേടിക്കണ്ട, അടുത്ത വീട്ടുകാരുടെ ശ്രദ്ധ നമ്മുടെ വീടുകളിലേക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഞാൻ അവിടെ കണ്ടു. അപ്പൊ നമ്മളെക്കാളും കുറച്ചുകൂടി നല്ല ചിന്താഗതി ഉള്ളവരാണ് അവരെന്ന് എനിക്ക് തോന്നി. പിന്നെ അമ്മയുടെ സ്നേഹവും ടീച്ചർ അത് കാണിച്ചത്, മാഡം കാണിച്ചത് അമ്മയുടെ സ്നേഹം എങ്ങനെയാണോ മക്കളിൽ, അതായത് കറകളഞ്ഞ സ്നേഹമാണ് അമ്മ കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കണം മറ്റുള്ളവരോട് നമ്മൾ പെരുമാറാനുള്ളത് എന്നാണ് ആ ഒരു എക്സാമ്പിളിലൂടെ മാഡം ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നല്ല PPT ആയിരുന്നു. പിന്നെ കുട്ടികളിലെ ഈ മാർക്കിന്റെ കമ്പാരിസൺ കൂടുതലും വരുന്ന പെൺകുട്ടികളിലാണ്, ബോയ്സിൽ അത്രയും കാണുന്നില്ല. എൻ്റെ ചേച്ചിയുടെ ഒരു കുഞ്ഞു മകൾക്ക് പിന്നെ അവളിപ്പോ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അപ്പൊ അവളും അവളുടെ കൂടെയുള്ള ഒരു കുട്ടിയും കൂടി പിന്നെ നമ്മളെ അമർജ്യോതി മാം പറഞ്ഞ ആ ഒരു കേസ് തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ അവൾക്കും അവളെക്കാൾ മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെയാണ് റിസൾട്ട് വന്നപ്പോഴും അവൾക്ക് തന്നെയാണ് മാർക്ക്. പക്ഷെ ഏതോ 1-2 പേപ്പറിന് എന്റെ ഈ മോക്ക്, ചേച്ചിയുടെ മകൾക്ക് കൂടുതൽ മാർക്ക് വന്നു. അപ്പൊ അവള് ട്രീറ്റ് നടത്തിയപ്പോ ഇവക്ക് മാത്രം പിന്നെ ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തില്ല. 6 കൂട്ടുകാരുള്ളതിൽ ഇവൾക്ക് മാത്രം കൊടുത്തില്ല. കാരണം ഒന്നുമില്ല. കാരണം മറ്റുള്ളവർ ചോദിച്ചു എന്താ അവൾക്കില്ലാത്തതെന്ന് പറഞ്ഞു, കാരണമൊന്നുമില്ല, ഞാൻ മേടിച്ചില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആ ഒരു കാരണം അത് നല്ല വിഷമമായിട്ട് പിന്നെ അവർ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് എറണാകുളത്ത് വന്ന് അവളെയും കൊണ്ടുപോയി ട്രിപ്പിനൊക്കെ പോയിട്ടാണ് അവളെ തിരിച്ച് ഇതിലേക്ക് ആ സങ്കടം മാറ്റിയെടുത്തത്. അപ്പൊ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി ഇപ്പോ പെൺകുട്ടികളിലാണ് ഇത്തിരിയെങ്കിലും ഉള്ളത്, ആൺപിള്ളേർ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വമന മാമിന്റെ ഈ സബ്ജക്റ്റ് വളരെ ആധുനിക കാലത്തിൽ, ഇപ്പോഴത്തെ കാലത്തിൽ അത്യാവശ്യം തന്നെയാണ്. ഞങ്ങളെ പോലെ ഉള്ളവർക്ക് വളരെ ഉപകാരമാണ്. എന്തായാലും മാറും. എന്തുകൊണ്ട് പിന്നെ മുദിത, എന്തിനു വേണം മുദിത, ആർക്കു വേണ്ടി വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് ഞങ്ങള് മനസ്സിലാക്കി ഇനി ഞങ്ങൾ ഇതിൽ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് തരികയാണ്. നല്ല പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, നമ്മളെ ഈ ഫ്ലോറിൽ ഇരിക്കുന്ന എല്ലാവരും, സാബു സാറിന്റെ ഇതില് ഫ്ലോറിൽ വരുന്ന എല്ലാവരും തന്നെ എനിക്ക് അതുകൊണ്ടാണ് ഞാനും ഉഷയും എപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾക്ക് എല്ലാവരെയും കാണണം. അതിനാണ് ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരെയും കാണുന്നത്. ഇന്നലെയും കൂടി ഞങ്ങൾ പറയുന്നത്, നമുക്ക് നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു കുടുംബത്തില് നമ്മൾ വന്ന് ഇത്രയും നേരം നമ്മളെ വീട്ടുകാരുമായിട്ട് ചെലവഴിച്ചതുപോലുള്ള ഒരു അനുഭവം എപ്പോഴും കിട്ടുന്നുണ്ട്. അത് നല്ല മനസ്സുള്ളവരായതുകൊണ്ട് തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
അപ്പൊ അത് തന്നെ ഇനിയും നമ്മൾ തുടരും. നിങ്ങളെയൊക്കെ എന്നും കാണണം, എന്നും വരണം, എന്നും എല്ലാരെയും കാണണം. താങ്ക് യു വെരി മച്ച് മോമൻ ടീച്ചർ. ഉഷാ മാം പറയുന്നു. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇതിപ്പോ മോമൻ ടീച്ചറിനോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിനെ കഴിഞ്ഞ് കൂടുതൽ റിസോഴ്സ് ഉണ്ടായിരുന്നത് ഫീഡ്ബാക്കിലാണ്. അത്രയധികം ഫീഡ്ബാക്ക്, അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് ഇവിടെ വന്നിരുന്നത്. ടീച്ചർ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സെഷൻ അവതരിപ്പിച്ചത്. PPT ഉൾപ്പെടെ ടീച്ചറിന്റെ ജീവിതത്തിലെ ഓരോ വീടുകൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു PPT അത് ആഡ് ഓൺ ചെയ്തിട്ട് ഈ ഒരു സെഷൻ മനോഹരമാക്കാനായിട്ട് ടീച്ചർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇന്നിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മീന, ജാനകി അവരുടെ ഡാൻസ്, ആ ഒരു പാട്ട്, അവരുടെ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ വളരെ ഒരു താളലയ സമ്മിശ്രമായിരുന്നു എന്ന് പറയാം. അതുപോലെ ഈ മുദിത എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണ്. ഒരു ആൾട്രോയിസ്റ്റിക് ആൻഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു ആൾട്രോയിസ്റ്റിക് ജോയ്, പിന്നെ പറഞ്ഞ പോലെ ഒരു വികാരിയസ് ജോയ് എന്നൊക്കെ പറയാം. അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ നമ്മുടെ മനസ്സ് തുറന്ന് സന്തോഷിക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, അതിന്റെ നന്മയിൽ ആനന്ദിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കൺസെപ്റ്റ് ആണ് ഇതിലുള്ളത്. മുദിത പാലി സംസ്കൃത് വേർഡാണ്. അതുപോലെ ബുദ്ധമത ഫിലോസഫിയിൽ ഇതിനകത്ത് പറയുന്നത്, ഭൗതിക ഫിലോസഫിയിൽ പറയുന്നത് ബ്രഹ്മവിഹാരാസില് 4 കൺസെപ്റ്റ് ഉള്ളതിൽ ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു അലോങ് വിത്ത് ലവിങ്, കൈൻഡ്നസ്, അതിന് മെറ്റ എന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്പാഷൻ, കരുണ, ഈക്വാനിറ്റി, ഉപേക്ഷ, അങ്ങനെ 4 ബ്രഹ്മവിഹാരാസിൽ ഒന്നാണ് മുദിത എന്ന് പറയുന്ന ഈ ടേം. ഇപ്പൊ വളരെ വളരെ നല്ലൊരു ടേമാണിത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ചേർത്ത് വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ, അവരുടെ നന്മയിൽ സന്തോഷിക്കുമ്പോൾ നമ്മളുടെ ലൈഫാണ് പ്യൂരിഫൈ ചെയ്യുകയും നമുക്കാണ് കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാവുകയും വളരെ നന്മ, ഒരു ക്ലിയർ ആയിട്ട് നമ്മുടെ ലൈഫ്, മൈൻഡ്, ഹേർട്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യമൊക്കെ ഇവിടെ പറയുകയുണ്ടായി അമർജ്യോതി മാമൊക്കെ. പക്ഷെ നമ്മൾ കുട്ടികളിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവര് നമ്മളെ കണ്ടുപഠിക്കട്ടെ, നമ്മൾ ആദ്യം ശരിയാവുക. തീർച്ചയായിട്ടും കുട്ടികൾ അത് കണ്ടുപഠിക്കും. ഓരോ വീടുകളിൽ നിന്നാണ് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. വീടുകളിൽ നിന്ന്, വീടുകൾ കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകളിൽ നിന്ന്. തീർച്ചയായിട്ടും അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവട്ടെ ഓരോ കുടുംബങ്ങളിൽ, ഓരോ പേരൻസിനും ഉണ്ടാവട്ടെ. അപ്പൊ തീർച്ചയായിട്ടും അത് എന്തെങ്കിലും വേറൊരാള് ഇവര് കേട്ട് ചെയ്തു എന്ന് എഴുതിയിട്ട് അവരപ്പൊ തന്നെ വീണ് പോകേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല. കുട്ടികളെ ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കൂടി പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് പേരൻസ് ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് കരുതി ഉടനെ ഈ കുട്ടികൾ വല്ലാതെ വിഷമിക്കുക. അതുപോലെ തന്നെ വേറെ ചിലര് നമ്മൾ കാണാറുണ്ട് സൂയിസൈഡ് ചെയ്യാനൊക്കെ പോവുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെന്താണോ, ഞാൻ എന്താണോ അത് എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊരു സെൽഫ് കോൺഫിഡൻസിൽ, ആ ഒരു ധൈര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഓരോ കുട്ടികളെയും കൊണ്ടുവരേണ്ടതും പേരൻസിന്റെയും കൂടി കടമയാണ്. അതിനൊക്കെ ഈ മുദിത എന്നുള്ള ഒരു ടൈം പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ ചെയ്യിക്കാനും ഒക്കെ യൂസ്ഫുൾ ആണെന്നുള്ള ഒരു കാര്യമാണ് മാം ഇവിടെ പറഞ്ഞത്. ഒരു നേഷന്റെ കാര്യമാണെങ്കിൽ കൂടി അവരെങ്ങനെ നമ്മളെ കെയർ ചെയ്യുന്നു, അവരെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ക്ലിപ്പുകളോട് കൂടിയിട്ടാണ് അമൻ ടീച്ചർ വന്നത്. താങ്ക് യു അമൻ ടീച്ചർ, താങ്ക് യു സോ മച്ച്. ടീച്ചർ മ്യൂട്ടാണേ. പേരൻസ് പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് വീടും സ്ഥലമൊക്കെ ഉണ്ടാകുമല്ലോ പേരൻസിന്, റോയ് സാറേ. അപ്പോ അത് മക്കൾക്ക് ഭയങ്കര അവകാശമുള്ളൊരു വസ്തുവല്ല. കാരണം ആ വീതം കൊടുക്കുന്ന സമയത്ത് ആർക്കാ കൂടുതൽ കിട്ടിയത്, ആർക്കാണ് കുറച്ച് ബലഭൂയിഷ്ടമായ സ്ഥലം കിട്ടിയത്, അങ്ങനത്തെ കമ്പാരിസണും, അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മമാരോടുള്ള ഒരു വെറുക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ മറ്റേ ചേട്ടന് കിട്ടിയതാണ് ബലഭൂയിഷ്ടമായ ഭൂമി, ഞങ്ങൾക്ക് വെറും പാറയാ കിട്ടിയത്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആരുടെ കൂടെയാണോ താമസിക്കുന്നത് അവർക്ക് ഇത്തിരി കൂടുതൽ കൊടുത്തു, അച്ഛനെ അമ്മയും നോക്കണ്ടേ. അതെല്ലാം പ്രശ്നങ്ങളാണ് മിക്ക വീടുകളിലും. അപ്പൊ എന്തിനാണ് അങ്ങനെ അച്ഛനമ്മമാരുടെ സ്വത്തിനോട് നമ്മൾ ആഗ്രഹം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
അച്ഛനമ്മമാരെന്തെങ്കിലും മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഔദാര്യമായി കാണുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറണം എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുട്ടികളെ വളർത്തി മീൻ പിടിക്കാൻ പരുവത്തിലാക്കി വിട്ടു. മീനും കൂടെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ മുദിത പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക, മറ്റുള്ളവരുടെ കമ്പാരിസൺ അവന് കൂടുതലുണ്ടല്ലോ, അല്ലെ മറ്റൊരു കൂടുതലുണ്ടല്ലോ, അല്ലെ അങ്ങനെ ചിന്തിക്കാത്ത ഒരവസ്ഥ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രക്ഷിതാക്കളുടെ ഇടയിലും ഉണ്ട് മക്കൾക്കൊരു അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടുതലുണ്ട്. മക്കൾക്ക് അങ്ങനെ വലിയ അവകാശമൊന്നുമില്ല. മക്കൾക്ക് രക്ഷിതാക്കൾ എന്തെങ്കിലും കൊടുത്താൽ അതൊരു ഔദാര്യമാണെന്നുള്ളൊരു ഒരു രീതിയിലോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നിയത് അതാണ് ഈ ക്ലാസിൻ്റെ പശ്ചാത്തലത്തിൽ. ആ കമ്പാരിസൺ എല്ലാത്തിലും ഉണ്ട്. അച്ഛനമ്മമാരുടെ മുതൽ കിട്ടുന്നതിൻ്റെ അകത്തും എല്ലാം ഇല്ലേ? എല്ലാത്തിലും ഉണ്ട്. എവിടെയും കമ്പാരിസൺ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിന് നല്ല ഒരു എന്ത് പറയാനാണ്, സ്കൂൾ തലത്തിൽ തന്നെ ചെറിയ ക്ലാസ് മുതലേ ആ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ഒന്ന് കുറച്ചുകൊണ്ട് വന്ന്, അതുപോലെ അതിന്റെ കൂട്ടത്തില് കുട്ടികൾക്കല്ല ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാരും പറഞ്ഞ പോലെ പേരൻസിനാണ് നമ്മള് എപ്പോഴും കൗൺസിൽ കൊടുക്കേണ്ടത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പേരൻസ് ഡേയില് മാഡം, ഈ പേരൻസ് ഡേയില് ഈ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ഇടാനായിട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഭയങ്കരമായ ഒരു ഇതാണ് നടക്കുന്നത് അവിടെ. കുറെ കുട്ടികൾ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെയൊക്കെ കുറിച്ച് അവർ വലിയ നല്ല രീതിയിൽ പറയുക. അങ്ങനെയാവുമ്പോ പിന്നെ പഠിക്കാതെ പോയ കുട്ടി അങ്ങനെ തന്നെ പോകുന്നു. അതൊക്കെ കമ്പാരിസണിൽ വരികയും അത് ആ കുട്ടികളിൽ ഭയങ്കരമായ മാനസിക പീഡനങ്ങളാണ് ഏൽക്കുന്നതേ. പേരൻസിന് കൊടുക്കുക, അതാണ് പ്രധാനം. റോയ് സാർ പറഞ്ഞോ? റോയ് സാറ് ഭയങ്കരമായിട്ട് പറഞ്ഞു. സാർ എപ്പോഴാ വന്നത്? സാറിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സാറേ? സാറേ എല്ലാം ഇന്ന് കഴിഞ്ഞു. ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലെ? ദൂരെയാണോ സാറേ വീട്? അടുത്ത് തന്നെ. 4 മണിക്ക് തീർന്നു. ട്രാവൽ ബാക്കി കാര്യങ്ങളെല്ലാം തീർത്തൊക്കെ ചെയ്യാൻ. കുട്ടികൾ പുറത്തുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ അടുക്കളയില്ലേ, ജസ്റ്റ് തല ഇടിച്ച് വീണതാ. അത് ശരി. തലയിടിച്ച് വീണിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിപ്പോയി. ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതായിപ്പോയി. പിന്നെ കോമ സ്റ്റേറ്റിലേക്ക് പോയിട്ട് 2 ദിവസമേ കടന്നുള്ളൂ. സാറേ വീണത് ആരും കണ്ടില്ലേ? മദറിലോ അതെ, വീണത് ആരും കാണാത്ത പ്രശ്നം വന്നോ? ഇല്ല, കണ്ടില്ല. അപ്പൊ തന്നെ കണ്ടു. വീണ് കയ്യിൽ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ എടുക്കാൻ പോയതാ. അപ്പൊ ജസ്റ്റ് പോകുന്ന ഔട്ട് പോയി, പാത്രമൊക്കെ താഴെ പോയി. ഇപ്പൊ പെട്ടെന്ന് തന്നെ ചെന്നു. ആ സമയത്ത് തന്നെ ഒരു തല വീണു, വെള്ളം ഒഴിക്കാനൊക്കെ പറഞ്ഞു. തലയുടെ പുറയിലാണ്, അവിടെ വെള്ളം ഒഴിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അൺകോൺഷ്യസ് ആയിപ്പോയി. പിന്നെ കോൺഷ്യസ് ആയില്ല. ചില ദുരന്തങ്ങൾ അങ്ങനെയാണ് വരിക. പിന്നെ ഒത്തിരി ഇങ്ങനെ ഒരു കൊല്ലങ്ങളോളം കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതായാലും പോകണം. ഈ ടൈലും മാർബിളും ഒക്കെ ഇടുമ്പം മാഡം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഏത് പ്രായവുമില്ല, എല്ലാ പ്രായക്കാരും ശ്രദ്ധിക്കണം. എത്ര വെള്ളം കാണും അടുക്കളയിൽ. വീട്ടിലൊക്കെ തലയിടിച്ച് അങ്ങനെ വീണ് ഇത്രയും സിവിയർ ആയിട്ട് പോകുന്നത് കണ്ടിട്ടില്ല. കയ്യും കാലുമൊക്കെ ഒടിയും. ശരിക്കും ആ പാതകത്തേലെങ്ങാനും തലയിടിച്ച് കാണും സാറേ, അല്ലേ? ബാക്ക് സൈഡ് വലത്തെ സൈഡും കൂടെ കൂട്ടിയായിരിക്കും. ഫോഴ്സ്ഫുൾ ആയിരുന്നായിരിക്കും സാറേ വീണതേ. അപ്പൊ അത്രയൊരു ബ്ലഡ് അങ്ങോട്ട് വ്യാപിച്ചു, അതാണ് ഒന്നും ചെയ്യാൻ പറ്റും. ശരി. തലയോടിന് പൊട്ടല് വന്ന് കാണും. പുറത്തില്ല, അകത്തായിരുന്നു. അകത്ത് ബ്ലീഡിങ് ആയിട്ട്.
അപ്പൊ ശരി, ഓക്കെ. താങ്ക് യു സർ. സാർ റെസ്റ്റ് എടുക്കുക. സാറ് ക്ഷീണിതനാണ്. നാളെ ആരാ കഥ പറയുന്നത്? നാളെ ആരാ കഥ പറയുന്നത്? ആര് വേണേലും പറയാം സർ. നമ്മളിവിടെ ഉണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഒരാളുടെ പേര് പറയൂ. പറഞ്ഞോളൂ, ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്നിട്ടാ മതി, ഗ്രൂപ്പിലിട്ടാ. ശരി സാർ, ഗ്രൂപ്പിലിടാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. റെസ്റ്റ് ശരി, എടുക്കുക ഓക്കെ. സാർ. ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. ഗുഡ് നൈറ്റ് സർ.